നമ്മൾ VHIE 144-ൻ്റെ 3 ചാപ്റ്റേഴ്സാണ് പരാമർശിക്കാൻ പോകുന്നത്. യൂണിറ്റ് 9-ഉം 10-ഉം 11-ഉം. ഹിഗിയോഗ്രാഫീസ് ആൻഡ് ഭക്തി ട്രഡീഷൻസ് ആണ് തുടങ്ങുന്നത്. അപ്പം ഹിഗിയോഗ്രാഫീസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഒരു റൈറ്റിങ്സ് ആണ്. ഇതിന് ഒരു എഴുത്തിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. റെക്കോർഡ് ചെയ്യുന്നതും ഗ്ലോറിഫൈ ചെയ്തുമായ നമ്മളുടെ സെയിൻറ്റ് അല്ലെങ്കിൽ നമ്മൾ പറയാറുള്ള മാതിരി ഭക്തിയിൽ നടന്നിട്ടുള്ള ഡിവോട്ടീസിനെ പറ്റിയും അതിനുവേണ്ടി മതത്തിന് വേണ്ടി അല്ലെങ്കിൽ ഭക്തിക്ക് വേണ്ടി സ്വയം അർപ്പിച്ചവരുടെ കഥ എഴുതുന്നതാണ് ഹെഗിയോഗ്രാഫി എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ ശരി പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ലൈക്ക് പുണ്യാത്മാക്കളുടെ ചരിത്രം എന്ന് വേണം അതിനെ പറയാൻ പറ്റും. അപ്പം ഇവിടെ വന്നിട്ടുള്ളത് മുഴുവനും നമ്മൾ പല വിധത്തിലുള്ള കഥകൾ ഇന്ത്യയിൽ ഉള്ള സുഫി സെയിൻസിനെ പറ്റി, വൈഷ്ണവ ഡിവോട്ടീസിനെ പറ്റി, സംഘം പീരീഡിൽ വന്നിട്ടുള്ള അതായത് ഭക്തി മൂവ്മെന്റിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ സുഫി മൂവ്മെന്റിൽ ഇതിന് ഈ എഴുത്തിന് അല്ലെങ്കിൽ ഈ എഴുതിയിട്ടുള്ള ടെക്സ്റ്റിന് പറയുന്നത് തിസക്കറത്ത് എന്ന് പറയും. അപ്പൊ തസ്കിറാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ആണ്, ഒരു ബയോഗ്രാഫിക്കൽ ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. പല ആൾക്കാരെ സുഫി സെയിന്റിനെ പറ്റി അത് ഓറലായിട്ട് റിട്ടണിൽ നിന്നും ഓറൽ ട്രഡീഷൻസിൽ നിന്നും കളക്ട് ചെയ്ത് അതിനെ ഒരു മെമ്മറീസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നറേറ്റീവ് പോയിന്റിൽ കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോ ഈ വൈഷ്ണവ ഡിവോട്ടീസ് സംഘത്ത് ഭക്തമാൽ എന്ന് പറയും. അതായത് വിഷ്ണുവിനെ ആരാധിക്കുന്നവരാണ് വൈഷ്ണവൈസ്. അപ്പൊ അവരുടെ അഭിപ്രായത്തിൽ അവർ ഇതിന് കൊടുത്തിട്ടുള്ളത് ഭക്തമാൽ എന്നുള്ള പേരിലാണ്. അതായത് ഗാർലൻഡ് ഓഫ് ഡിവോട്ടീസ് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അടുത്തൊരു പേരായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പരച്ചി എന്ന് പറയും. അതായത് ബയോഗ്രഫി ഓഫ് സന്ത് എന്ന് പറയും. പിന്നെ വാർത്ത എന്ന് പറയുമ്പോഴത്തേക്ക് അക്കൗണ്ട്, സ്റ്റോറി ഓർ അക്കൗണ്ട്. ചരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബയോഗ്രാഫിക്കൽ നറേറ്റീവ്, ചരിത്രം എന്നുള്ളതിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ലൈല എന്ന് പറയും. അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ വെച്ചാല് പ്ലേ അല്ലെങ്കിൽ ഡ്രാമ എന്നുള്ള. അപ്പൊ ഈ വിധത്തിൽ ഗുരു നാനാക്കിന്റെ ടൈമില് ജനം ശക്തി എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഗുരുനാനാക്കിന്റെ കഥ ആ സമയത്ത് പറയുമ്പോൾ അതിന് ജനം ശക്തി എന്ന് പറഞ്ഞാൽ ബർത്ത് ടെസ്റ്റിമണി ലിറ്ററേച്ചറിൽ അതിന്റെ ആ വാക്കുകൾ അങ്ങനെയാണ് പറഞ്ഞത്. ഇത് മാത്രമല്ല നമ്മൾ ഈ സുഫി സെയിൻസിനെ പറ്റിയാണ് ഈ ലെസണിൽ കൂടെ ഫോക്കസ് ചെയ്ത് പോകാൻ പോകുന്നത്. അത് അടുത്ത ലെസണിലാണ് ഭക്തി മൂവ്മെന്റ് കൂടുതലായിട്ട് വരിക. അപ്പൊ നമ്മളുടെ സുഫി അതായത് ഭക്തി കമ്മ്യൂണിറ്റിയിലെ സുഫി സെയിന്റ് കൾട്ട് എന്നാണ് പറയാ. അത് മുഗൾ പീരീഡിലും അവരുടെ കാലഘട്ടത്തിൽ മുസ്ലിം ഡോമിനേഷൻ കൂടുതലുള്ള കാലഘട്ടത്തിലാണ് ഈ സുഫി സെയിൻസിന്റെ കഥകളെ പറ്റി പരാമർശിച്ചു പോകുന്നത്. അത് നിങ്ങൾ ഷെയ്ഖ് മുനിദുൻ ക്രിസ്റ്റി അങ്ങരുടെ ഒരു കഥ, അതേമാതിരി ഷെയ്ഖ് നിസാമുദ്ദീൻ അലിയ, കബീർ ദാസ്, ഇങ്ങനെ പല വിധത്തിലുള്ള ഗുരുക്കന്മാരുടെ കഥകളെയാണ് നമ്മൾ ഒരുമിച്ച് കൂട്ടി നറേറ്റ് ചെയ്ത് പറയുന്നത്. ഈ ഞാൻ പറഞ്ഞ സുഫി സഹമത്തില് ഇത് അബ്നോർമൽ അതായത് ഇതിൽ നമ്മൾ എഴുതുമ്പോൾ അപ്രോക്രിഫിക്കൽ അല്ലെങ്കിൽ കെട്ടിച്ചമച്ച ഒരു കഥ, കെട്ടിച്ചമച്ച ഡിസ്കോസസ്, അപ്രോക്സിഫിക്കൽ മൽഫറസ് എന്ന് പറയും. അതിന്റെ കെട്ടിച്ചമച്ചിട്ടുള്ള ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഡിസ്കോസസ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷിൽ നമ്മൾ പറയാറുള്ളത്. ഹിസ്റ്റോറിക്കൽ ലെവലിൽ പോകുമ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നോക്കുന്നത് ഹെഗിയോഗ്രാഫിക്കൽ ലിറ്ററേച്ചറിൽ സോഴ്സ് ഓഫ് ഹിസ്റ്ററി എന്താണ്, പ്രോബ്ലംസ് എന്താണ്, അതിൽ കൂടാണ്ട് പോസിബിലിറ്റീസ് എന്താണ്. അപ്പൊ ഈ പോസിബിലിറ്റീസും സോഴ്സസും നോക്കുമ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടുന്നു, ഈ സ്റ്റോറികളൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു, മെറാക്കിൾ സ്റ്റോറീസ് ആണ്. കൺഫർമേഷൻ ചെയ്യണമെങ്കിൽ അതിന് അതിൻ്റെതായ ഇസ്ലാമിക് കൾച്ചറിലും പുരാണാസിലും ഉള്ള സ്റ്റോറികളിൽ നിന്നാണ് ഇതിനെ എടുത്ത് പരാമർശിക്കുന്നത്. അപ്പൊ റൈറ്റേഴ്സ് ഇതിനൊക്കെ ഒരു മിഡീവൽ ടൈം, അതായത് നമ്മളുടെ കാലഘട്ടത്തിൽ മിഡീവൽ ടൈം മധ്യകാലഘട്ടമാണ് സുഫി ഓർഡേഴ്സ്. അതിൽ കൂടെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരും അവർ എഴുതിയിട്ടുള്ള സുഫി സ്റ്റോറിയും സുഫി കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ഈ ഒരു മിഷനറി ടൈപ്പ് ഓഫ് കാര്യങ്ങളാണ് നടക്കുന്നത്. മുസ്ലിം അല്ലാത്തവരെ, നോൺ മുസ്ലിമിനെ ഇസ്ലാം മതത്തിലേക്ക്
കൺവേർട്ട് ചെയ്യുന്നു. അതേമാതിരി ലിറ്ററേച്ചറിൽ നമ്മൾ പല വിധത്തിലുള്ള ലിറ്ററേച്ചറിൽ കൂടെ നമ്മൾ ഇപ്പോൾ പരാമർശിച്ചു പോകും. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ ഈ റിലയബിൾ ആയ എക്സ്റ്റേണൽ സോഴ്സസ് നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ആണ് ഇതിന്റെ ഹെഗിയോഗ്രാഫിക്കുള്ള റൈറ്റിംഗ് ആപ്പ്. ഈ റൈറ്റിംഗ് ആപ്പിൽ കൂടെ പല വിഭാഗത്തിലുള്ളവർ അല്ലെങ്കിൽ ജനറിക് എന്ന് പറയും നമ്മൾ, ജന്മാന്തരമായിട്ട് അവരുടെ ജനറിക് എന്ന് പറയുന്നതിന്റെ അർത്ഥം തലമുറകളായിട്ട് ഉള്ളത് എന്നർത്ഥം. അതായത് ഓരോ കാലഘട്ടത്തിൽ ഒരു സുഫി സെയിന്റിന്റെ ഫോളോവേഴ്സിനെയാണ് നമ്മൾ ജനറിക് വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ആ കാലഘട്ടത്തിൽ കൂടെ ഈ തെസ്ക്രാത്ത് പറഞ്ഞ സാധനം എഴുതി ഉണ്ടാക്കുമ്പോൾ അതില് രണ്ട് വിധത്തിലുള്ള ടെക്സ്ച്വൽ നറേഷൻസ് ഉണ്ട്. അതായത് എങ്ങനെയാ വെച്ചാൽ ആദ്യത്തത് അനഡോക്ട്സ് അനഡോക്ട് എന്ന് വെച്ചാൽ ഉപകഥകൾ എന്നാണ് അർത്ഥം. അത് ഓത്തന്റിക്. അടുത്തത് വന്നിട്ട് ഒത്തന്റിക് ആയിട്ടുള്ള മൽഫൂസ് ലിറ്ററേച്ചർ. രണ്ടാമത്തത് സെക്കൻഡ് ആയിട്ട് വരുന്നത് രണ്ട് വിധം റൈറ്റിംഗ് അപ്പാണ്. സെക്കൻഡ് ആയിട്ട് വരുന്നത് ഫാബ്രിക്കേറ്റഡ് ആയ മാൽമൊറീസ്, അതായത് കെട്ടിച്ചമച്ച്, അതായത് ഉപകഥകൾ, രണ്ടാമത് കെട്ടി ഉണ്ടാക്കി എടുക്കുന്ന കഥകൾ എന്നുള്ള അർത്ഥം. അപ്പൊ ഈ സുഫി സെയിൻസും സാൾട്ടനേറ്റ് പീരീഡിലും മുഗൾ പീരീഡിലുമാണ് കാണുന്നത്. പോയട്രികൾ പല വിധത്തിലുള്ള പോയട്രികളായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ കൂടെ ബയോഗ്രാഫിക് ആയിട്ട് വരുന്നുണ്ട്. വേറൊരാളെ പറ്റി ഒരു സെയിന്റ് എഴുതുക, അല്ലെങ്കിൽ സെയിന്റിനെ പറ്റി വേറൊരാൾ എഴുതുന്നതാണ് നമ്മൾ ബയോഗ്രഫി എന്ന് പറയാം. നമ്മളുടെ സ്വയം എഴുത്തിനെ നമ്മൾ ഓട്ടോബയോഗ്രഫി എന്നാണ് പറയാറ്. ഇനി ആ കാലഘട്ടത്തിൽ സിയാർ ഉൽ അലിയ, ഇതിന്റെ ഫസ്റ്റ് സ്റ്റാൻസ പാരഗ്രാഫില് തസ്രിയയിൽ എഴുതിയിട്ടുള്ളത് സൾട്ടനേറ്റ് പീരീഡ് ആണ്. അതായത് മുസ്ലിം പീരീഡിനാണ് നമ്മൾ സൾട്ടനേറ്റ് പീരീഡ് എന്ന് വർക്ക് ചെയ്യുക. ആ വർക്ക് വന്നിട്ട് 1388 അമീർ ഖുർദാണ് തുടങ്ങുന്നത്. അത് അങ്ങേരാണെങ്കിൽ ഷെയ്ഖ് നിസാമുദ്ദീൻ അലിയയുടെ ഡിസൈപ്പിൾ ആണ്. അത് ഈ വർക്കില് ക്രിസ്റ്റി സിൽസില എന്നാണ് ഇന്ത്യയിൽ അറിയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ വർക്കിൽ ക്യാരി ചെയ്ത് വരുന്നത് ക്രെഡിബിലിറ്റിയും റിലയബിലിറ്റിയും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ ഗ്രേറ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് വരുന്നത് ആ ലെജൻഡറി എലിമെന്റ്സ് ആണ്. ഹിഗിയോഗ്രാഫിക് നേച്ചറിൽ ആ ലെജൻഡറി എലിമെന്റ്സിനെയാണ് നമ്മൾ കൂടുതലായിട്ട് പറയുന്നത്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് അത് കൂടാണ്ട് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കെട്ടിച്ചമച്ചിട്ടുള്ള മൽഫസത്തിൽ നിന്ന്. അത് മൽഫസസ് എന്ന് പറഞ്ഞ ഡിസ്കോഴ്സ് എന്നാണ് അതിന്റെ അർത്ഥം. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സിയാൽ ഉൽ അൽഫ്രിൻ, അതായത് ആ കാലഘട്ടത്തെ ജമാലി എന്ന് പറഞ്ഞിട്ട് ഇത് എഴുതിയിട്ടുള്ള ആളുടെ പേരാണ് ജമാലി, 1536. അപ്പോ ഇങ്ങനെ എഴുതിയ പുസ്തകത്തിന് അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയ വർക്കിനെയാണ് സുഹൃതവാദി എന്ന് പറയാം. ഇതില് ക്രിസ്റ്റീനെ പറ്റിയും സുഹർവാദി സിൽസിലിനെ പറ്റിയും പരാമർശിച്ചു പോകുന്നു. ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സിയാൽ ഉൽ അൽഫറിന്റെ കാലഘട്ടത്തിൽ സുഫീസ് അവരുടെ വിശ്വാസപ്രകാരം തലമുണ്ടനം ചെയ്യും, ഐബ്രോസ്, താടി, മുസ്റ്റാഷ് കംപ്ലീറ്റ് ആയിട്ട് അവര് ഷേവ് ചെയ്തിട്ടാണ് അവരുടെ ഒരു വിശ്വാസമാണ്. അതിൽ കൂടെ അവര് എഴുതുകയും ഇതേമാതിരി തന്നെ ഓറൽ ട്രഡീഷൻസ് ആണ്. എന്ത് പറയുകയാണെങ്കിലും ഓറൽ ആയിട്ടുള്ള അടുത്ത ജനറേഷന് വായാൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഷെയ്ഖ് മുനുദ്ദീൻ ക്രിസ്റ്റി. അടുത്ത ഗ്രേറ്റ് ആയിട്ടുള്ള ആളായിട്ട് വരുന്നത് അക്ബർ അൽ അഖയാർ. അപ്പൊ ഈ അബ്ദുൾ ഹക്കീസിന്റെ റൈറ്റിംഗിൽ കൂടിയാണ് നമ്മൾക്ക് ഈ ക്യാരക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്നത്. അപ്പൊ സുഫി ബയോഗ്രാഫിക്കൽ കളക്ഷൻസ് ആണ്. കളക്ഷനിൽ കൂടെ ഇന്ത്യൻ സുഫീസിനെ പറ്റി എടുത്തു പറയുന്നു. അത് ഖ്വാദരി സിൽസില എന്ന് പറയും. ഇപ്പൊ ഇങ്ങനെ 260 സുഫി സെയിൻസ് ആണ് ഉണ്ടായിരുന്നത്. അതിന്റെ കൂടാണ്ട് നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് വളരെ പയസായ ഇന്ത്യൻ ലേഡീസ്, വുമൻ കൂടെ ഈ സുഫി സെയിന്റ് ആയിട്ട് മാറുന്നുണ്ട്. അവർക്കും അതേമാതിരിയുള്ള എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. അവർ എലിമെന്ററി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് സഫീനത്ത് അലൂയ, സെയിന്റ് ഓഫ് ഷിപ്പ് ഓഫ് സെയിൻസ് എന്നാണ്.
ഷക്കിനത്ത് അൽ അലൂയ, പീസ് ഓഫ് സെയിൻസ് എന്നാണ് അതിന്റെ അർത്ഥം. ഇവരുടെയൊക്കെ ഹിഗോഗ്രാഫീസിൽ പ്രിൻസ് ദാറാസുക്കുനെ പറ്റി പറയുന്നുണ്ട് 1640. അതേമാതിരി സുഫി സെയിന്റിനെ പറ്റി പറയുന്നു. ദാറാസുക്കുവിന്റെ കാലഘട്ടത്തിൽ 400 സുഫീസിന്റെ വർക്കിനെ പറ്റി നമുക്ക് പഠിക്കാൻ പറ്റും. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പുസ്തകത്തെ റിസർച്ച് ചെയ്യേണ്ടി വരും. ഈ ലെസണിൽ അതൊന്നും വരുന്നില്ല, അതുകൊണ്ട് അതിനെപ്പറ്റി വിഷമിക്കേണ്ട കാര്യമില്ല. അത് പിന്നെ നമ്മൾ കാണുന്നത് മിറാത്ത് അൽ ഉസർ. മിലാത്ത് അൽ അസറിൽ, അതായത് 1654 വളരെ വലുതായ ബയോഗ്രഫിയാണ്. അത് എഴുതിയിട്ടുള്ളത് അബ്ദുൾ റഹ്മാൻ ക്രിസ്റ്റി. ആ ക്രിസ്റ്റി ഈ ഔദിൽ താമസിച്ചിരുന്ന അബ്ദുൾ റഹ്മാൻ ക്രിസ്റ്റിയാണ് ആ കഥ എഴുതി കൊണ്ടുവരുന്നത്. അത് മാത്രമല്ല ബയോഗ്രാഫി ഈ അബ്ദുൾ റഹ്മാൻ തന്നെ വേറെ മിറാത്തിന്റെ ബയോഗ്രഫിയും എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വർക്കിനെ 23 ചാപ്റ്റേഴ്സ് ആയിട്ടും, അതിൽ 23 ചാപ്റ്റേഴ്സിലും ആദ്യത്തെ കുറച്ച് ചാപ്റ്റേഴ്സിൽ നോൺ ഇന്ത്യൻ സുഫീസിനെ പറ്റിയാണ് പരാമർശിച്ചിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അബ്ദുൾ ക്രിസ്റ്റി ക്ലിയർ ആയിട്ട് ക്രിസ്റ്റി സെയിന്റിനെ പറ്റി പറയുന്നു. അതിൽ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഹിസ്റ്റോറിക്കൽ ഇമാജിനേഷൻസ് ആണ്. ക്രിസ്റ്റി ഷെയ്ഖിന്റെ മുൻസിദിന്റെയും ഒരു പെർസ്പെക്റ്റീവ് എന്താന്ന് വെച്ചാല് ക്രിസ്റ്റി ഓർഡറിൽ വരുമ്പോൾ ഇന്ത്യയിലെ ഹിസ്റ്ററി ഓഫ് സുഫിയിസം തുടങ്ങുന്ന കാലഘട്ടമാണ്. ഇത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ മിറാത്ത് അൽ അസർ കണ്ടെയ്ൻ ചെയ്യുന്ന കബീറിന്റെ സ്പിരിച്വൽ ആയിട്ടുള്ള എൻക്വയറി അല്ലെങ്കിൽ സ്പിരിച്വൽ ക്വസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അന്വേഷണം നടക്കുന്നു. ഈ സ്പിരിച്വൽ ഡെവലപ്മെന്റ് കബീറിന്റെ നടക്കുന്നതും ഈ കാലഘട്ടത്തിൽ തന്നെയാണ്, അതായത് 16ാമത്തെ സെഞ്ചുറി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ ബയോഗ്രാഫി, ഓരോ റെപ്രസെന്റേഷൻ എടുത്തെടുത്ത് വരുമ്പോഴാണ് ആ റിലീജിയസ് ഐഡന്റിറ്റീസും ചേഞ്ച് ചെയ്യുന്ന അഫിലിയേഷൻസും നോൺ ബ്രാഹ്മണിക്കൽ ലോവർ കാസ്റ്റിനെ, അതായത് വീവർ ആയിരുന്ന സന്തിനെ കബീർ വീവർ ആയിരുന്നു, അതായത് നെയ്ത്തുകാരനായിരുന്നു കബീർ. അപ്പൊ അങ്ങേരുടെ കാലഘട്ടത്തിൽ നടന്നതാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് അനഡോക്സ് ഇൻ ദ മൽഫസ് ലിറ്ററേച്ചർ. അപ്പൊ അനഡോക്സ് എന്ന് വെച്ചാൽ ഉപകഥകളാണ്. ഈ ഉപകഥകൾ മൽഫസ് ലിറ്ററേച്ചറിൽ കൂടെ ഏതൊക്കെ തരത്തിലുള്ള ഉപകഥകളാണ് പറയാൻ പോകുന്നത് എന്ന് നോക്കാം. ഇതിൽ ടീച്ചിങ്സ് ആണ്, സുഫി സെയിൻസിന്റെ ടീച്ചിങ്സും അവരുടെ സുഫി സെയിൻസ് എഴുതിയിട്ടുള്ള ലിറ്ററേച്ചർ ബാലൻസുമാണ്. അത് മിഡീവൽ പീരീഡിലാണ് എഴുതുന്നതെന്ന് ഞാനിന്ന് പറഞ്ഞു നേരത്തെ. അപ്പൊ ഈ വർക്കിൽ കൂടെ ഷെയ്ഖ് നിസാം അലിയ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സാൾട്ടനേറ്റ് പീരീഡിലെ സുഫി സെയിന്റ് ആണ്. പേർഷ്യൻ ഭാഷയിലാണ് ഇത് എഴുതുന്നത്, അമീർ ഹസൻ ഖിർച്ചി. അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താന്ന് വെച്ചാല് ഈ ലിറ്ററേച്ചർ മുഴുവനും ഹെഗിയോഗ്രാഫിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ജീവിച്ചിരിക്കുന്ന സെയിന്റ്മാര് അല്ലെങ്കിൽ അവരുടെ കഥകളാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള മൽഫസാത്ത്. അപ്പോ ഫാബ്രിക്കേറ്റഡ് എന്ന് വെച്ചാൽ കെട്ടിച്ചമച്ചത് എന്നാണ് അർത്ഥം, അതായത് ശരിയായിട്ടുള്ളതല്ല എന്നുള്ളത്. ആ റെഫറൻസസിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് നോക്കുമ്പോൾ ഇതിനെ ഇന്റേണലും സബ്ജക്റ്റു ഫാബ്രിക്കേറ്റഡ് മൽഫസത്ത് വന്ന് ഇന്റേണലും എക്സ്റ്റേണലും ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ 2 ഇമ്പോർട്ടന്റ് വർക്ക് ഫാബ്രിക്കേഷനിൽ നടന്നിട്ടുണ്ട്. അതിൽ കൂടെ ലാർജ് കൺവേർഷൻസ്, അതായത് മതം മാറ്റുക എന്നുള്ള ഒരു കൺവേർഷനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ സ്കോളേഴ്സ് ഇതിന്റെ ഓത്തന്റിസിറ്റി എന്ന് വെച്ചാൽ അതിന്റെ എത്രത്തോളം സത്യമാണ്, എത്രത്തോളം ശരിയാണ് എന്നുള്ളതിന്റെ കാരണത്തിൽ ഡൗട്ട്ഫുൾ ആണ്. കാരണം ഇയർ വ്യത്യാസമുണ്ട്. ഇവിടെ ഒരു കളക്ഷനിൽ പറയുന്നുണ്ട്, അതായത് ഈ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കഥ, കെട്ടിച്ചമച്ച കഥയിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ
ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മൽഫസത്തില് ഷെയ്ഖ് മൊയ്നുദ്ദീൻ ക്രിസ്റ്റീനെ പറ്റി പറയുന്നു. അതേമാതിരി ഇൻക്രീസ്ഡ് ആയിട്ടുള്ള കണ്ടസ്റ്റും പറയുന്നു, പോപ്പുലാരിറ്റിയും പറയുന്നു ആ കാലഘട്ടത്തിൽ എന്നുള്ള ഉദ്ദേശം. ഇനി അതിനെപ്പറ്റി നമ്മൾ ഹിസ്റ്റോറിക്കൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിനെ സുഫി ഹെഗിയോഗ്രാഫിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട്, ഇതിന്റെ മിറാക്കിൾ ആയിട്ടുള്ള സ്റ്റോറീസ് മൊയ്നുദ്ദീൻ ക്രിസ്റ്റീന്റെ ബേസിലാണ് ഇത് പോകുന്നത്. ഇത് എഴുതിയിട്ടുള്ളത് 150 വർഷങ്ങൾക്ക് ശേഷം. അപ്പൊ ഇത് വരുമ്പോ ഇതിന്റെ ഷെയ്ഖ് മൊയ്നുദ്ദീൻ ക്രിസ്റ്റി, അപ്പൊ നമ്മള് ഫസ്റ്റ് ആദ്യമായിട്ടുള്ള തസ്കരയില് നോട്ട് ചെയ്യുന്നു ക്രിസ്റ്റി സിലാർ അലിയനെ പറ്റി പറയുന്നു. പക്ഷെ ഗ്രാജുവൽ ആയിട്ട് നോക്കുമ്പോൾ ഇവിടെ ഒരു ചേഞ്ചസ് കാണുന്നുണ്ട്. ആ ചേഞ്ചസ് എന്താന്ന് വെച്ചാല് ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ ഷെയ്ഖ് മൊയ്നുദ്ദീൻ ക്രിസ്റ്റീനെ പറ്റിയും ബാക്കിയുള്ള സുഫി സെയിൻസിനെ പറ്റിയും പറയുന്നതും അവരുടെ ലെജൻഡറി കോമ്പോണന്റ് ആയിട്ടുള്ള ലിറ്ററേച്ചറും എഴുതുന്നതും പറയുന്നതും ജീവിച്ച കാലഘട്ടങ്ങളും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അപ്പൊ ഈ സുഫി മെറ്റീരിയലിൽ കൂടെ നമ്മൾ ക്യാരക്ടറൈസേഷൻ, ഇന്റർപ്രിട്ടേഷൻ, ഇസ്ലാമിനെ പറ്റിയും ഇസ്ലാം ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു ക്യാരക്ടറൈസേഷൻ ചെയ്യുന്നു, പേഴ്സണാലിറ്റീസിനെ പറ്റി പറയുന്നു, സുഫി മാസ്റ്റേഴ്സും അതേമാതിരി ശിഷ്യന്മാരുമുള്ള ബന്ധത്തിനെ പറ്റി പറയുന്നു. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു വ്യത്യാസം കാണുന്നുണ്ട്. അതേമാതിരി അനഡോക്സില് ഹെഗിയോഗ്രാഫിക് അനഡോക്സില് പറയുമ്പോഴത്തേക്കും അവിടെ ഇസ്ലാമിക്കിന്റെ പാസ്റ്റ് ആയിട്ടുള്ള കണ്ടംപററി സിറ്റുവേഷൻസിനെ പറ്റിയാണ് പറഞ്ഞു പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾക്ക് ഇൻഫർമേഷനും ആക്ടിവിറ്റിയും തമ്മിലുള്ള സ്പിരിച്വലും മെറ്റീരിയൽ ലൈഫിനും തമ്മിലുള്ള കണക്ഷനാണ് പറഞ്ഞു പോകാൻ പറ്റുക. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ കമ്പാരിസൺ ചെയ്യാണ്. കമ്പാരിസൺ ചെയ്യുമ്പോൾ സുഫി ഹെഗിയോഗ്രാഫിയും റെഫറൻസസിലും ഇവിടെ റെപ്രസെന്റേഷൻസിലും നേരത്തെ പറഞ്ഞു 17ാമത്തെ സെഞ്ചുറിയിൽ തുടക്കത്തിൽ നിന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പൊ ഡിഫറൻഷ്യൽ അതോ ഓതറൈസേഷനും അല്ലെ എഡിറ്റോറിയലിലും വരുമ്പോൾ 2 ഡിഫറെന്റ് വർക്ക്സ് ആണ് പറയുന്നത്, സെപ്പറേറ്റ് ടൈം ആയിട്ട് പറഞ്ഞു പോകുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഈ നറേഷൻ നടക്കുന്നതും അതേമാതിരി റൈറ്റിംഗ് അപ്പ് നടക്കുന്നതും. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഭക്തി ഹെഗിയോഗ്രാഫിൽ നെറേറ്റീവ്സ് ആണ്. അതായത് ഭക്തി എന്ന് പറയുമ്പോഴത്തേക്കും സ്പിരിച്വൽ ഫീലിംഗ് തന്നെയാണ്. ഇപ്പൊ നമ്മൾ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത് വൈഷ്ണവ ഹെഗിയോഗ്രാഫി, വൈഷ്ണവ സെയിന്റ്മാരെ പറ്റിയും അത് ഓഥറൈസ് ചെയ്തിട്ടുള്ള കോമ്പോസിഷൻസ് കൊടുത്ത ആനന്ദദാസ്, ഇവിടെ കബീർദാസ്, റയിദാസ്, നാമദേവ്, ദാന, പിപ്പ ഇവരൊക്കെ 16ാമത്തെ സെഞ്ചുറിയിൽ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിൽ കൂടിയാണ് നമ്മൾ ഇതൊക്കെ അറിയുന്നത്. ഈ ആനന്ദാസ് പർച്ചേസിൽ കൂടിയും കുറച്ച് കാലം ഡെക്കേഡ്സും സെഞ്ചുറീസിന്റെ അതിന്റെ ഭക്തി ഡിവോട്ടീസിന്റെ വർക്കിനെ പറ്റി പറയുന്നു. ആനന്ദ പർച്ചേസിൽ പറയുന്നത് 15-16 ലെജൻഡറി ആയിട്ടുള്ള വൈഷ്ണവ ആനന്ദദാസും അവരുടെ ഫസ്റ്റ് നോൺ വൈഷ്ണവ റെഫറൻസസും പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഡിസൈപ്പിളായ ദാഡുവിനെ പറ്റി എടുത്ത് പരാമർശിക്കുന്നു. അപ്പൊ ഇങ്ങനത്തെ വ്യത്യാസങ്ങൾ 2 ആനന്ദദാസ് എക്സ്ക്ലൂസീവ് ആയിട്ട് ബയോഗ്രാഫി പറയുന്നുണ്ട്. കബീറിന്റെയും നാമദേവിന്റെയും പിപ്പദാന. ഈ ലാംഗ്വേജ് എന്ത് ലാംഗ്വേജിലാണ് പറാച്ചീസ് കോമ്പിനേഷൻ വെച്ച് ബ്രജ് എന്ന് പറഞ്ഞ ഒരു ലാംഗ്വേജും അതേമാതിരി വെസ്റ്റേൺ ആയിട്ടുള്ള ഹിന്ദി ഡയലോഗിലാണ് കഥകൾ പോകുന്നത്. ഈ ഓതർഷിപ്പിന് വളരെ കമ്പോസ് ചെയ്ത് 16ാം നൂറ്റാണ്ടിൽ മൊണാസ്ട്രി ലൈഫ്, രാജസ്ഥാനിലുള്ള മൊണാസ്ട്രി ലൈഫിനെ പറ്റി പറയുന്നു. അതേമാതിരി ആനന്ദദാസിന് സിമ്പത്തറ്റിക് ആയിട്ട് ലോവർ കാസ്റ്റിന്റെ അടുത്ത്, സെയിന്റിന്റെ അടുത്തും വളരെ ലോവർ കാസ്റ്റ് ഉള്ളവരുടെ അടുത്തും ഒരു പ്രത്യേകമായ ഒരു അനുഭവം അല്ലെങ്കിൽ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ കഥകളിൽ കൂടെ പറയുന്ന നമ്മൾ അറിയുന്നത് രാമാനന്ദന്റെ അക്സെപ്റ്റൻസ്, കബീർ ഒരു ശിഷ്യനായിട്ട് മാറുകയും ദിവസവും ഭഗവാൻ അല്ലെങ്കിൽ ഗോഡ് ഫുഡ് ലോഡ് കൊണ്ടുവന്ന് കൊടുക്കുന്നു എന്നൊക്കെ പരാമർശിക്കുന്നുണ്ട്. അത് എത്രത്തോളം സത്യമാണ് നമുക്ക് അറിയാൻ പറ്റില്ല. അതേസമയം അവിടെ തന്നെ ഒരു വിശ്വാസമുണ്ട്.
അതായത് ഒരു ഒരു പോപ്പുലാരിറ്റിയില് ഇങ്ങേരെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു കമ്പനി എൻകൗണ്ടർ വരുമ്പോൾ ബ്രാഹ്മണാസിന്റെ ലോക്കൽ റൂളർ ആണെന്നു, അതുകൊണ്ട് ഹോസ്റ്റിലിറ്റി കിട്ടി. സുൽത്താൻ സിക്കന്ദർ ലോധിയുമായിട്ടുള്ള ഒരു ഹോസ്റ്റിലിറ്റി ഡെവലപ്പ് ആവുന്നു എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് അവസാനം ദൈവം അല്ലെങ്കിൽ ഗോഡ് കബീർ ദാസിന് ദർശനം കൊടുക്കുന്നു എന്ന് വരെ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യമായിട്ടുള്ള പുണ്യാത്മാക്കളുടെ കഥകളാണ്. അത് തന്നെ അവസാനം അത് പൊളിറ്റിക്കൽ ഇവന്റ് ആയിട്ട് മാറ്റുന്നു. അപ്പൊ അവിടെ ബ്രാഹ്മണന്മാർക്ക് വർഷിപ്പ് ചെയ്യാൻ സാലിഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്. ഐ മീൻ ഒരു നമ്മൾ വർഷിപ്പ് ചെയ്യാറുണ്ട്. അതിന്റെ ഇമിറ്റേഷനില് ജാലി റാണി ഡിസൈപ്പിൾ ആയിട്ട് വന്നിട്ട് വർഷിപ്പ് ചെയ്യാനും അതിനെപ്പറ്റി ഡിബേറ്റ് ചെയ്യുന്നു കബീർ ദാസുമായിട്ടും. പിന്നെ വിസിറ്റ് ചെയ്യുന്നു ചിറ്റൂർ, മാനിഫെസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഫോംസിനെ പറ്റിയൊക്കെ പരാമർശിച്ചു പോകുന്നു. ഇനി ഭക്തമാൽ നാമദാസിൽ പറയാം. അവിടെ നാമദാസ് കമ്പോസ്റ്റ് ഭക്തദാൽ. അപ്പൊ ഗാർലൻഡ് ഓഫ് ഡിവോറ്റീസ് എന്നാണ് ഈ പാതി വിഷ്ണവ ബയോഗ്രാഫിക്കുള്ള അല്ലെങ്കിൽ ഹെഗിയോഗ്രാഫിക്കുള്ള പീരീഡ്. അപ്പൊ ഇതിൽ 17ാമത്തെ സെഞ്ചുറിയിലാണ് എഴുതുന്നത്. ആദ്യത്തെ 2 ബയോഗ്രാഫീസില് ഡിവോഷണൽ കബീറിന്റെ ഡീഡ്സ് എന്തൊക്കെ കബീർ ചെയ്തോ അതിനെപ്പറ്റി പരാമർശിച്ചു പോകുന്നു. ഇനി സ്ട്രിക്ട്ലി സ്പീക്കിംഗ് ആണെങ്കിൽ നമുക്ക് പറയാം ഈ നാമദാസ് ഭക്തമാൽ ഒരു ബൈബിലോഗ്രാഫി അല്ലെങ്കിൽ ബയോഗ്രാഫിക്കൽ വർക്ക് അല്ലെങ്കിൽ കൂടെയും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാരുടെ റെഫറൻസ് നമ്മൾ കാണാൻ പറ്റുന്നു. ഇതിൽ കൂടെ ഈ വാല്യൂ ടീച്ചിങ്സ് കോൺട്രാസ്റ്റില് പറഞ്ഞ് അവര് എന്തൊക്കെയാണോ നടന്നത് കബീറിന്റെയും റായിദാസിന്റെയും കാലഘട്ടത്തിൽ പുരാണിക്കായിട്ടുള്ള ഡിവോട്ടീസ് അവർ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ആ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഭക്തിരബോധിനി തിക്ക എഴുതിയത് പ്രിയദാസ്. അപ്പൊ പ്രിയദാസിന്റെ ഈ പുസ്തകത്തിൽ 18ാമത്തെ നൂറ്റാണ്ടിൽ എഴുതുന്നു. അതിൽ കൂടി ലെജൻഡറി ആയിട്ടുള്ള കബീറിനെയും നേരത്തെ പറഞ്ഞമാതിരി തന്നെ ആനന്ദദാസിനെ പറ്റിയൊക്കെ പരാമർശിക്കുന്നുണ്ട്. ഇവിടെ കോംപ്രിഹെൻസീവ് ആയിട്ട് പറയുകയാണെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസിൽ പറയുകയാണെങ്കിൽ ഭക്തിസാദര സമുദിനി ടിക്ക എന്ന് പറയുന്നു. ഇതിന് പ്രിയദാസിന്റെ കമന്ററിയില് ഒരു 100 വർഷങ്ങളോളം പഴക്കമുള്ളതായിട്ടാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. അടുത്തതായിട്ട് നമുക്ക് പരാമർശിക്കേണ്ടത് വാർത്താ ലിറ്ററേച്ചർ ആണ്. ഈ വാർത്താ ലിറ്ററേച്ചർ എഴുതി വരുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ആണ്. പുഷ്ടിമാർഗ് എന്ന് പറയും. ഈ പുഷ്ടിമാർഗ് എഴുതാൻ ഉപയോഗിച്ച ഭാഷയാണെങ്കിൽ ബ്രജറ്റ് ഡയലക്റ്റ് ആണ്. അതായത് ആ കാലഘട്ടത്തിൽ ലോക്കൽ ആയിട്ടുള്ള ലാംഗ്വേജ്. ഇതിന്റെ കൂടെ വൈഷ്ണവ ഭവൻ വൈഷ്ണവൻ എപ്പിസോഡായിട്ട് 2 ലൈഫ് 252 എക്സംപ്ലനറി ആയിട്ടുള്ള ശിഷ്യന്മാർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. 2 വാർത്താ ലിറ്ററേച്ചറിൽ കൂടി നമ്മൾ പുഷ്ടിമാർഗിനെ പറ്റി അറിയുന്നു. അതേമാതിരി ഓറൽ അനോഡേറ്റ്സ് ഗോകുൽനാഥ് പറയുന്നുണ്ട്. ഇനി നമുക്ക് പറയേണ്ടത് സെയിന്റ് ഹെഗിയോഗ്രാഫീസിന് ധാതു ജന്മാല ലാല ഓഫ് ജാമൻ ഗോപാൽ. അപ്പൊ ഇവിടെ ഗോപാൽ ധാതു ജന്മാല ലീല വാസ് റിട്ടൺ. ആരാണ് എഴുതിയത് വെച്ചാല് ധാതുവിന്റെ മരണശേഷം 1603 എഴുതുന്നത്. ഇതില് ഈ ഹെഗിയോഗ്രാഫി റൈറ്റിംഗ്സില് ഡിസൈപ്പിളായ ജൻപാൽ ഗോപാൽ ധാതുവിന്റെ ഡിസൈപ്പിളാണ്. അങ്ങേരാണ് റിഗാർഡ് ചെയ്യുന്നത് ഹിസ്റ്ററി മിഡീവൽ സാത്തനിസം അല്ലെങ്കിൽ സിക്ക് എപ്പിസോഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാൻ പറ്റും. അതിനുശേഷം നമ്മൾ കാണാൻ പോകുന്നത് ധാതുപതി ഭക്തമാലാണ്. ഈ ഭക്തമാൽ സ്റ്റെയിൻഡ് ട്രഡീഷൻസ് മോഡൽ ചെയ്തു വരുന്നത് ഭക്തമാൽ ഓഫ് നന്ദാസ് ആണ്. ഇവിടെ 200 സാൻസിനെ പറ്റി പറയുന്നു. ആ കമന്ററിയില് ചാരുദാസ് ആണ് എഴുതിയിട്ടുള്ളത് 1800. അപ്പൊ ഇങ്ങനെ ഭക്തിദാലും ട്രഡീഷൻസ് നടന്നു പോകുന്നുണ്ട്. പിന്നെ നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ ജനം ശക്തി ലിറ്ററേച്ചർ. ജന്മം ശക്തി ലിറ്ററേച്ചറില് ഗുരുനാനാക്കിന്റെ ലൈഫിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. ആ ഗുരുനാനാക്കിന്റെ ഹിസ്റ്റോറിക്കൽ ലൈഫാണ്. അത് എല്ലാവർക്കും അറിയുന്നത് കഥകൾ കൂടിയാണ് ഗുരുനാനാക്കിന്റെ കഥകൾ. ഇതിൽ കൂടെ പ്രൈമറി ആയിട്ട് നമ്മൾ കിട്ടുന്നത് ഇൻസൈറ്റ്സ് ആസ്പിറേഷൻസ് ആണ് സിക്കിന്റെ കഥകളെ പറ്റി. ഇനി കബീർ പത്തനി ഹെഗിയോഗ്രാഫിയില് സഗർ ആൻഡ്
ബോധ് ലിറ്ററേച്ചറിനെ പറ്റി പറയുന്നു. കബീർ പന്തിനെ പറ്റി പറയുന്നു. അമൃതസാഗറിനെ പറ്റി പറയുന്നു. അനുരാഗ സാഗറിലെ ഏർലിയസ്റ്റ് വർക്ക് ഏതാ വെച്ചാല് കബീർ പന്തീസ് ഓഫ് ഛത്തീസ്ഗർ എന്ന് പറയും. ഇതിന് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക് കബീർ ദാസിന്റെ നോഷൻസ്, കോസ്മോസിനെ പറ്റിയും ടൈമിനെ പറ്റിയും, അതേമാതിരി തന്നെ കബീർ യോഗാസിനെ പറ്റിയും പറയുന്നുണ്ട്. ഹിസ്റ്റോറിക്കൽ വാല്യൂ, ഭക്തിന്റെ ഹെഗോഗ്രാഫിന്റെ ഹിസ്റ്റോറിക്കൽ വാല്യൂ എത്രത്തോളം ഉണ്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ ഭക്തി ഹെഗിയോഗ്രാഫി വാർത്താ ലിറ്ററേച്ചറിനെ പറ്റിയാണ് പുഷ്ടിമാർഗം വൈഷ്ണവാസ് എന്ന് പറയും. അപ്പൊ ഇവിടെ നമ്മൾ പോയട്രി ആയിട്ടും കാണുന്നുണ്ട്. എക്സ്പെരിമെന്റിങ് വിത്ത് ലാംഗ്വേജ് ആണ് ഇതിൽ പരാമർശിച്ചു പോകുന്നത്. വളരെ സജസ്റ്റീവ് ആയിട്ടും ആംബിക്വസും ആയിട്ടുള്ള പോയട്രി, യൂസിങ് പോയട്രി സിസ്റ്റം, നറേറ്റീവ്, പോയട്രി പറയുന്ന മാതിരി പറയാ, അല്ലെങ്കിൽ പദ്യം പറയുന്ന മാതിരി ചൊല്ലുന്ന മാതിരി ചൊല്ലിപ്പോകുന്ന ആ ഒരു ഇൻഫ്ലുവൻസിലാണ് കഥകളായിട്ട് പോകുന്നതും. ഈ കഥകൾ പൊളിറ്റിക്സ് ആയിട്ടും പ്രോസ് ആയിട്ടും പോയട്രി ആയിട്ടും വരുന്നുണ്ട് ലേറ്റർ ഓൺ ലൈഫിൽ. ഇനി നമ്മൾ അടുത്തതായിട്ട് പരാമർശിക്കാൻ പോകുന്നത് ഈ വൈഷ്ണവ സെയിന്റിക് ഹെഗോഗ്രാഫിക്കൽ മുഗൾ പീരീഡിൽ നടന്നിരുന്ന സംഭവങ്ങൾ. വൈഷ്ണവ ഭക്തി പോയട്രി അക്സെപ്റ്റ് ചെയ്യുന്നു സോഷ്യൽ ഹൈറാർക്കി, സൊസൈറ്റിയിലുള്ള ഹൈറാർക്കി അനുസരിച്ച്, ഓർഡർ അനുസരിച്ച് പോകുന്നതാണ്. നാമദേവ്, കബീർ, ഇങ്ങനത്തെ ഫോളോയിങ് ആയിട്ടുള്ള നന്ദബാസ് ഒക്കെ പറയുന്ന ഈ കഥകളിൽ കൂടെ നമ്മൾ പരാമർശിച്ചു പോവാണ്. ഇനി ഇതിന് ശേഷം സാറ്റനിക് ഹെഗിയോഗ്രാഫി എന്ന് പറയും. സാറ്റനിക് ഹെഗിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ അത് ഒരു എന്താ നമുക്ക് വേണമെങ്കിൽ പറയാം, ഈ സാറ്റനിക് എന്ന് വെച്ചാൽ ഒരു ഒരു ദുർമന്ത്രവാദം എന്നുള്ള ലെവലാണ്. അപ്പൊ ദുർമന്ത്രവാദത്തിനെ പറ്റിയുമുള്ള അക്കൗണ്ടുകൾ ഇവിടെ കണ്ടുവരുന്നു. ഭക്തി മൂവ്മെന്റിൽ ഇത് എപ്പോഴും ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ഉണ്ടല്ലോ. അതേമാതിരിയാണ് ഇവിടെ ക്രോണോളജിക്കൽ ഓർഡറിൽ, തിയോളജിയിലെ ക്രോണോളജിക്കൽ ഓർഡറിൽ ഇയർ പ്രകാരം, വർഷങ്ങൾ പ്രകാരം അതിനെ ടാമ്പറിങ് ചെയ്തുമായിട്ടില്ല. 2 വർക്കിനെ പറ്റി പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഒന്ന് നവദാസാസ് ഭക്തമാൽ, പ്രിയാദാസിന്റെ ഭക്തിർ സമൃദ്ധനി ടിക്ക. ഇത് രണ്ടും ഡിവോട്ടീസിന്, വൈഷ്ണവ ഡിവോട്ടീസിനെ പറ്റി പല ഏജ് ഡോമിനേഷനിലും പറ്റിയും ഡിനോമിനേഷനെ പറ്റിയും ഒക്കെ പരാമർശിച്ചു പോകുന്നു. ഇതിന്റെ ഈ ലെവൽ പല വിധത്തിലുള്ള റിഗാർഡ്സില് വാർത്താ ലിറ്ററേച്ചറിൽ കഴിഞ്ഞു പുഷ്ടി മാർഗി സമപ്രയ എന്നാണ് പറയാ. അപ്പൊ ഇവിടെ വല്ലഭീസിന്റെ കഥകളെ പറ്റി നമ്മൾ മുഗൾ അതോറിറ്റീസിന്റെ കാലവും റിലേഷൻഷിപ്പും, മുഗൾ പൊളിറ്റിക്കൽ അതോറിറ്റിയും വൈഷ്ണവേറ്റ്സും തമ്മിൽ എന്തൊക്കെ പൊളിറ്റിക്കൽ പെർസെപ്ഷൻസ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടത് ഈ വാർത്തയില്. അപ്പൊ ഇങ്ങനെ ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ എടുത്ത് വുമൺ ഉണ്ടായിരുന്നു, ലോവർ കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള റിലേഷൻഷിപ്പും, അതേമാതിരി ലോവർ കാസ്റ്റ് ആയിട്ടുള്ള വിമൻ ഡിസൈപ്പിൾസ്, ശിഷ്യന്മാരെ പറ്റിയുമൊക്കെ പരാമർശിക്കുന്നുണ്ട്. അടുത്തൊന്ന് നമ്മൾ ഭക്തി പോയട്രീനെ പറ്റിയാണ് പറയുന്നത്. ഭക്തി ആയിട്ടുള്ള പോയട്രി സമയത്ത് നോർത്ത് ഇന്ത്യയിലും ഡെക്കോണിലുമാണ് അത് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. മ്യൂസിക്കൽ റെൻഡറിങ് ആണ്. മ്യൂസിക്കൽ റെൻഡറിങ് എന്ന് വെച്ചാൽ പല വിധത്തിലുള്ള മ്യൂസിക്കിലാണ് ഇവര് ഭക്തി കൊണ്ട് പാട്ട് മാതിരി ഉള്ള ഭഗവാനെ പറ്റിയുള്ള സ്തുതി പാടുന്നതാണ് ഭക്തി മൂവ്മെന്റില് ഭക്തി പോയട്രി എന്ന് പറയാം. അപ്പൊ സുഫിയിലും ഭക്തി മാർഗത്തിലും ഈ പോയട്രികൾ കവറേജ് ചെയ്യുന്നുണ്ട്. പല ഇഷ്യൂസ് അവര് തീം എടുത്തിട്ടാണ് കാരണം സമയം അനുസരിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് റിലീജിയസ് ആയിട്ടും സോഷ്യൽ ആയിട്ടും ഉള്ളതിനെ പറ്റി പാട്ട് രൂപേണ അവര് ഷേപ്പ് ചെയ്ത് മനുഷ്യ മനസ്സിൽ റിലീജിയനും കൾച്ചറിനെയും ലിറ്റററി അസോസിയേഷൻ എടുത്തു വരുന്നു. ഇനി സന്ത് പോയട്രിയിൽ ബനീസ് എന്ന് പറയും. അതിന്റെ സന്തിന്റെ ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൽ കൂടെയാണ് കബീറിന്റെയും ഏർലി കാല ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഏർലി കാല ലൈഫിൽ ലോ സോഷ്യൽ ക്ലാസിനെ പറ്റി പരാമർശിക്കുന്നത്. അവിടെ കൊളോക്കിയൽ ആയിട്ടുള്ള ഹിന്ദി ഓറൽ ഫോമാണ് എടുത്തിട്ടുള്ളത്. സാധാരണ സംസാരിക്കുന്ന ഭാഷയിൽ തന്നെ ആണ് ഈ ഡിസ്കോഴ്സ് അല്ലെങ്കിൽ
സംസാരം അല്ലെങ്കിൽ പ്രഭാഷണം നടക്കുന്നത്. ഇവിടെ ഏർലി ആയിട്ടുള്ള ബാൻഡീസിൽ പറയുന്നത് ലേറ്റർ ആയിട്ടുള്ള ബാൻഡീസ് ഓറൽ സർക്കുലേഷൻ കുറെ കാലം നടന്നുകൊണ്ടിരുന്നു. അതേമാതിരി തന്നെ അവർ ചില ചേഞ്ചസ് വരികയും അതേമാതിരി ഇന്റർപൊളേഷൻ എന്ന് പറഞ്ഞ കൂട്ടിച്ചേർത്തിട്ടാണ് ഭാഷകളും വിവരങ്ങളും കൂട്ടിച്ചേർത്താണ് അവര് സിക്ക് ഗ്രന്ഥം അല്ലെങ്കിൽ സിക്കായിട്ടുള്ള സ്ക്രിപ്ചർ ആദ്യ ഗ്രന്ഥം ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ അതിനെ ഗുരു ഗ്രന്ഥ സാഹിബ് എന്ന് കമ്പൈൽ ചെയ്ത് 1604 അഞ്ചാമത്തെ സിഖ് ഗുരുവായ അർജുനാണ് അത് ചെയ്യുന്നത്. അതാണ് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഏർലിയസ്റ്റ് സോഴ്സ് എന്ന് നമ്മൾ പരാമർശിക്കുന്നു. ഇനി വൈഷ്ണവ ഭക്തി മൂവ്മെന്റിൽ പറയുമ്പോൾ ഇവിടെയും വൈഷ്ണവ എന്ന് പറയുന്നത് ഡിഫറെന്റ് കാറ്റഗറിയിലുള്ള ഹിസ്റ്ററിയിൽ വരുന്ന വൈഷ്ണവേറ്റ്സിനെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അത് 16ാമത്തെയും 17ാമത്തെയും സെഞ്ചുറിയിലുള്ള ഡിവോട്ടീസ് അല്ലെങ്കിൽ വേഴ്സസിനെ പാദങ്ങൾ, കൃഷ്ണഭക്തി, രാമഭക്തി, ഇത് രണ്ടാണ് മെയിൻ ആയിട്ട് വരുന്നത്. ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടുള്ളത് ബ്രഹജും അവന്തി ലാംഗ്വേജുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവർ രണ്ടുപേരും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു വൈഷ്ണവ എസ്റ്റാബ്ലിഷ്മെന്റ്സും റൂളേഴ്സ്, ചീഫ്, പിൽഗ്രിം സെന്റേഴ്സ്, ടെമ്പിൾ ടൗൺസ്, മൊണാസ്ട്രികള് ഇതൊക്കെ പാട്രണൈസ് ചെയ്യുന്നു രാജാക്കന്മാര്. പ്രൊഡക്ഷനും ഡിസമിനേഷൻ എല്ലാത്തിലും മ്യൂസിക്കൽ പെർഫോമൻസിനെ പറ്റിയൊക്കെ നമുക്ക് കേൾക്കാവുന്നതാണ്. അത് ആ കാലഘട്ടത്തിലാണ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വൈഷ്ണവ ഡിവോട്ടിയായ മീരാബായിനെ പറ്റിയും തുളസീദാസിനെ പറ്റിയും പരാമർശിച്ചു പോകുന്നത്. ഇനി ഈ ഡിവോഷണൽ പാദാസ് എന്ന് വെച്ചാൽ പാദങ്ങൾ, ഒരു റൂട്ട്. മീരാബായിന്റെ അതായത് ഡിവോഷണൽ പാദത്തിൽ കൂടെ നമ്മൾ വുമൺ ഡിവോട്ടീനെ പറ്റി അറിയുന്നു. മീര വാസ് എ ഡിവോട്ടി, കൃഷ്ണ ഡിവോട്ടിയാണ്. അത് മാത്രമല്ല ഭജൻസിൽ കൂടിയാണ്, രാജസ്ഥാനി മിക്സ് ചെയ്ത ബ്രഷ എന്നുള്ള ലാംഗ്വേജിൽ കൂടിയാണ് അവർ പാട്ട് പാടുന്നതും. ഒതന്റിക് ആയിട്ടുള്ള പാദങ്ങളിൽ കൂടെ, അതായത് ആ റൂട്ടിൽ കൂടിയാണ് അവരുടെ സോങ്ങുകൾ വളരെ ഡിവോഷണൽ ആയിട്ടുള്ള സ്പിരിച്വൽ റിലേഷൻഷിപ്പാണ് കൃഷ്ണനെ ആണ് അവർ വർഷിപ്പ് ചെയ്യുന്നത്. അടുത്തതായിട്ട് പറയുന്നത് ശൂദ്രാസ് ആൻഡ് അച്ഛതാപ്. ഇതിൽ വൈഷ്ണവി പോയട്രി ടൈമിൽ തന്നെ ബ്രിഡ്ജും അവന്തി കോയിൻസൈഡ് ചെയ്യുന്നു അക്ബറിന്റെ കാലഘട്ടത്തിൽ. ഈ അക്ബർ മീറ്റിംഗ്സിൽ തന്നെ, ലെജൻഡറി മീറ്റിംഗ്സിൽ വൈഷ്ണവ പോയറ്റ്സ് ആയ സൂർദാസും തുളസീദാസിനെ പറ്റിയൊക്കെ പരാമർശിക്കുന്നുണ്ട്. ഇവിടെ ഇത് മാത്രമല്ല, ഒരു വൈഷ്ണവ കമ്മ്യൂണിറ്റി ഫൗണ്ട് ചെയ്തെടുക്കുകയാണ് വല്ലഭാചാര്യ. ആ 16ാമത്തെ സെഞ്ചുറിയിൽ. ആ കാലഘട്ടത്തിൽ ഇരുന്ന 8 പോയറ്റ്സ് ഉണ്ട്. കുംഭദാസ്, സൂർദാസ്, പരമാർദാസ്, കൃഷ്ണദാസ്, ഗോവിന്ദസ്വാമി, ചിന്നസ്വാമി, ചതുർദാസ്, നന്ദാൽസ്. ഇവരെ കംപ്രൈസ് ചെയ്ത് ഒരുമിച്ചിട്ട് അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് സൂർദാസ് ആണ്. ഇതിന് നമ്മൾ പുഷ്ടമരീസിന്റെ നേറ്റീവ് കമ്മ്യൂണിറ്റിയിൽ കൂടെ വരികയും ഇവരെ ഈ ഒരു ബ്രിട്ടീഷ് അല്ലെങ്കിൽ ജോൺ സ്ട്രഫോർഡ് എന്ന് പറഞ്ഞ ഒരു എമിനന്റ് ആയിട്ടുള്ള സ്കോളർ ഈ സൂർദാസിന്റെ അല്ലെങ്കിൽ സൂർദാസിന്റെ ഭക്തിഗാനങ്ങൾ വല്ലഭാചാര്യയുടെയും ഇതിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. അപ്പൊ ഹൗലി ഈ ജോൺ പറയുന്നത് അഷ്ടജേബ് ഒരു ഇൻവെൻഷൻ ആണ്. ഹരിരായ എന്ന് പറഞ്ഞ ഒരു പുഷ്ടമാരി ഹെഗിയോഗ്രാഫറിന്റെ റൈറ്റിംഗ് ആണ് 17ാമത്തെ നൂറ്റാണ്ടിൽ. അവിടെ ഇതിൽ ചാരുദാസൻ സൂർദാസിന്റെ പോപ്പുലാരിറ്റി വളരെ പ്രാധാന്യമാണെന്ന് എടുത്തു പറയുന്നു. കൂടാതെ രാമചരിത മാനസ ഓഫ് തുളസീദാസ് എഴുതിയിട്ടുള്ളതാണ് രാമചരിത മാനസ, ഡിവൈൻ ലേക്ക് ഓഫ് രാമാസ് ഡീഡ്സ്. അവന്തി ഭാഷയിലാണ് എഴുതുന്നത്. തുളസീദാസ് രാമന്റെ ഡിവോട്ടി ആയിരുന്നു. അതുകൊണ്ടാണ് രാമഭക്തിയിൽ കൂടെ ആ പോയം എഴുതി പോകുന്നത്. ഈ പോയം എപ്പിക് പോയമാണ്. രാമചരിത മാനസയിൽ കൂടെയാണ് ഹിന്ദി സ്പീക്കിംഗ് നോർത്ത് ഇന്ത്യ രാമപുരാണങ്ങളും കൃഷ്ണപുരാണങ്ങളും തുളസീദാസിന്റെ രാമ ഇസ് വളരെ പ്രശസ്തമായ കാര്യങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേമാതിരി തന്നെ ഹിസ്റ്റോറിക്കൽ വാല്യൂ ഓരോ ഭക്തി പോയട്രിയുടെയും ഹിസ്റ്റോറിക്കൽ വാല്യൂവിനെ നമ്മൾ പറയുന്നത് ഭക്തി ഹൈഗോഗ്രാഫി
അങ്ങനെയാണ് അതിനെ പറയാ. ഇതിൽ കൂടെ അവരുടെ ഏർലി പീരീഡ് ഏതൊക്കെ ലിറ്റററി ഫോംസ് ആണ്, സ്റ്റൈലാണ് അവർ യൂസ് ചെയ്തിരുന്നത്, എന്തൊക്കെ കൗണ്ടർ ലാംഗ്വേജ് യൂസ് ചെയ്തിരുന്നു, ആ സമയത്തെ വൊക്കാബുലറി, ആ സാധാരണക്കാരായ വൊക്കാബുലറി എന്തായിരുന്നു, അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് എടുക്കുന്നത്, അതായത് അഡ്വാൻറ്റേജ് എന്നത് ഉൾട്ട ഭാഷയുടെ ഫോം എന്ന് പറയും, അപ്സൈഡ് ഡൗൺ ലാംഗ്വേജ് എന്നാണ് അതിന്റെ അർത്ഥം. ഇതേമാതിരി പോപ്പുലാരിറ്റി ഓഫ് ദോഹ, കപ്ലറ്റ്, ചെറിയ ചെറിയ ഇതിനെയാണ് ദോഹ എന്ന് പറയുന്നത്. കബീർദാസ് കാ ദോഹ എന്നൊക്കെ പറയാറുണ്ട് ഹിന്ദിയിൽ. അപ്പൊ ഇങ്ങനെ ഭക്തി ഹെഗോഗ്രാഫി കളക്ഷൻസും അതിനെ ബാണീസും എല്ലാം കൂടെ ആദ്യ ഗ്രന്ഥം, ധനുബന്തി കോമ്പിനേഷൻസ് എല്ലാം ഒരു 17-18 സെഞ്ചുറിയിലാണ് ഇത് നടന്നു പോകുന്നത് എന്ന് നമ്മൾക്ക് പരാമർശിക്കാം. ഇനി ഡയറ്റിക് ഭക്തി പോയട്രിയിൽ കൂടെ നമ്മൾ പോകുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് വളരെ വൈഷ്ണവി ലാംഗ്വേജ്, വൈഷ്ണവി പോയട്രിയിൽ 16-17 നൂറ്റാണ്ടിൽ പുരാണിക്കായിട്ടുള്ള നമ്മുടെ പഴയ റിലീജിയനെ പറ്റിയും മൈത്തോളജിനെ പറ്റിയും ഒക്കെ പറഞ്ഞു പോകുന്നു. ഈ മൈത്തോളജിയിൽ കൂടെ പറയുമ്പോൾ ഇൻകാർണേഷൻസ് ഓഫ് ഗോഡിനെ പറ്റി പറയുന്നുണ്ട്. ഭാഗവത പുരാണ രാമായണത്തിലേക്ക് ഭഗവാന്റെ ജന്മമാണ്, അല്ലെങ്കിൽ പല വിധത്തിലെ കോമ്പസിഷൻസിലേക്കൂടെയൊക്കെ ഇവിടെ ഈശ്വരന്റെ ജന്മം ആയിട്ടുള്ള ഇൻകാർണേഷൻസ് എന്നാണ് പറയാ. ഇൻകാർണേഷൻസും എടുത്തു പറയുന്നുണ്ട്. അതേമാതിരി ഇമേജ്, ഒരു സ്റ്റാച്യു വെച്ച് വർഷിപ്പ് ചെയ്യുന്ന സിസ്റ്റത്തിനെ പറ്റിയും പരാമർശിച്ചു പോകുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് സുഫി ഫോക്ക് ലിറ്ററേച്ചർ, സോഴ്സ് ഓഫ് ഹിസ്റ്ററി. സുഫീന്റെ തന്നെ നാട്ടിലത്തെ ഫോക്ക് ലിറ്ററേച്ചറെ പറ്റിയാണ് പറഞ്ഞു പോകുന്നത്. അവിടെ സാധാരണമായ സ്ത്രീകളെ പാട്ടുകളിനെ അവർ പല വിധത്തിൽ പാടുന്നു. അതായത് ചക്കിനാമ, ജോലി ചെയ്യുമ്പോൾ പാടിക്കൊണ്ടിരിക്കുക, ചർക്കനാമ, ചർക്കയിൽ കൂടെ വർക്ക് ചെയ്യുമ്പോൾ, നൂലുണ്ടാക്കുമ്പോൾ, കുട്ടികളെ ഉറക്കുമ്പോൾ, ഇങ്ങനെ പല വിധത്തിലും ഈ സ്റ്റോറി, ഭഗവാൻ റിലീജിയസ് ആയിട്ടുള്ള സ്റ്റോറികൾ പാടുന്നത് ലൂരിനാമ എന്ന് പറയും, ക്രീഡിൽ സോങ്, ഷാദിനാമ കല്യാണത്തിന്, സുഹാഗൻ നാമ മാരേജ് ചെയ്ത് പോകുമ്പോൾ. അപ്പൊ ഇങ്ങനെ ഈ ലിറ്ററേച്ചറിൽ ഡേ ടു ഡേ ലൈഫിൽ അവർ ഉപയോഗിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ചാപ്റ്ററിൽ കൂടെ നമ്മൾ പരാമർശിച്ചു പോകാൻ വന്നത് ജന്മമായിട്ട് വരുന്ന ഫാമിലി സ്റ്റോറികളാണ്. ഈ ഫാമിലി ഹിസ്റ്റോറിക്കലി ഓരോ ഫാമിലിയുടെയും കഥകളും അവരുടെ കോൺട്രിബ്യൂഷൻസിനെ പറ്റിയാണ് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത്. അപ്പോ ഈ ട്രഡീഷൻ വെസ്റ്റേൺ ഇന്ത്യയിൽ വരുന്ന ചാരൻസ്, ബാട്ട്സ് ആൻഡ് വൈശ്യവ ബാരോട്സ്, ഇവരെ പറ്റിയാണ്. നോർത്ത് സെൻട്രൽ ആൻഡ് നോർത്ത് ഗുജറാത്തില് ക്ലാസിക്കൽ ആയിട്ടുള്ള ജനനോളജിസ്റ്റ് വരുന്നു. അവരെയാണ് നമ്മൾ വൈവൻച ബാരോട്സ് എന്ന് പറയും. ഇവരുടെ റിട്ടേൺ ഫോംസിൽ ഒരു ഷാ ആൻഡ് ഷെറോഫ് ഡേറ്റഡ് 1740 കാണുന്നുണ്ട്. അതേ മാത്രമല്ല ഈ റെക്കോർഡിൽ കൂടെ ലിങ്കേജ്, പ്രോപ്പർട്ടി എങ്ങനെയായിരുന്നു ഡിവൈഡ് ചെയ്തിരുന്നത് അവരുടെ കുട്ടികളുടെ കൂടെ. അപ്പൊ ഇവിടെ ഈ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള പേട്രൺ എന്ന് പറയുന്ന ഫാമിലി മെമ്പേഴ്സിനെ പറ്റിയും അവരുടെ ഇൻഫർമേഷൻ, ആണുങ്ങൾ, അതായത് 1857 നമ്മുടെ സിപ്പോയ് മ്യൂട്ടിന് നടന്ന സമയത്ത് പാർട്ടിസിപ്പേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ പറ്റിയും പേട്രൺ ഫാമിലിയെ പറ്റിയും പരാമർശിക്കുന്നുണ്ട്. ഇവിടെ ചാരൻ എന്ന് പറയുന്നത് സ്പെഷ്യലൈസ് ചെയ്ത ബാട്ട്സ് ആണ്, രജപുട്ട് ബാട്ട്സ് ആണ്. അപ്പൊ അവരുടെ റിസൈറ്റില് പേട്രൺ ഓരോ ബാത്തിനെ പറ്റി എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഇവിടെ ഹിസ്റ്റോറിക്കലി ഹെറിഡിറ്ററി പാസ്റ്റ് ടൈം ആ കാലഘട്ടത്തിൽ എന്തായിരുന്നു എന്നുള്ളതാണ്. ഇതേമാതിരി പിന്നെ പറയുന്ന ബാട്ടിൽ കൂടെ പിൻഡാവലീസ്, സീരീസ് ഓഫ് ജനറേഷനെ പറ്റിയും എടുത്തു പറയുന്നു. പ്രേയേഴ്സും ഇക്വോളജീസും, ഈ പല വിധത്തിലുള്ള പേരുകളാണ് ഈ രജപുട്സിന്റെ ബാട്ടിന് വരുന്നത്. അതിലൊന്നാണ് വർമ്മ. അപ്പൊ ഇങ്ങനെ വർണ്ണവാലീസ് എന്ന് പറയും. അതിന് ആ ജനനങ്ങളെ ജീനിയോളജി എന്ന് വേണമെങ്കിൽ പറയാം. ഈ വർണ്ണവലീസിൽ കൂടെ അല്ലെങ്കിൽ വംശവലീസ് കമ്പാരിസൺ ചെയ്ത് പോവാണ്. വംശവലീസിൽ കൂടെ പല ട്രഡീഷണൽ ആയിട്ടുള്ള ആൾക്കാരുടെ ജന്മങ്ങളും അവരുടെ ആൻസിസ്റ്റേഴ്സിന്റെ റൂളേഴ്സ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ വിധത്തെ ജിയോളജിക്കൽ ട്രഡീഷനിൽ അവരെങ്ങനെയാണ് മിഡീവൽ ടൈമിൽ വന്നിരുന്നതെന്നാണ് അതിൽ കൂടെ പറയുന്നത്. രാജസ്ഥാനില് 17ാമത്തെ സെഞ്ചുറിയിലാണ്
ടെയിൽസ് വളരെ വിധമായ കഥകൾ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഈ സ്റ്റോറീസിലും ജനലോളജീസിലും പറയുന്നത് മുഴുവൻ മെയിൽ ആൻസിസ്റ്റർ ആണ്. അതായത് മെയിലായിട്ടുള്ള പുരാതനമായ നമ്മളുടെ നമ്മൾ പറയില്ലേ മുത്തച്ഛൻ അല്ലെങ്കിൽ നമ്മളുടെ ദൈവം, ഇവിടെയും കേരളത്തിലും ഞാനത് കാണുന്നുണ്ട്. അതായത് ആൻസിസ്റ്റേഴ്സിനെ വർഷിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പ്രായം മരിച്ചു പോയവരെ അവരുടെ വിളക്ക് വയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ഇത് ഇവിടെയും നടന്നുകൊണ്ടിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇനി രാജസ്ഥാനി സ്കോളേഴ്സിൽ ഒരു ക്ലാൻ ഉണ്ട്, റിട്ടൺ ക്ലാൻ ഉണ്ട് ഹിസ്റ്റോറിക്കലി. അവരുടെ ക്ലാനിനെ പറ്റി ലിറ്ററേച്ചറിൽ ഒരു സിഗ്ലർ എന്ന് പറയും. ഇതിന്റെ എക്സ്റ്റേണലും ഇന്റേണലും പ്രഷറൈസ് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ പൊസിഷൻ മുഗൾ കോർട്ടിലാണ്. മുഗൾ രാജാക്കന്മാരുടെ ആൻസിസ്ട്രിയിൽ വന്നിട്ടുള്ള ആ ലെജിറ്റിമേറ്റ് ആയിട്ട് അതോറിറ്റി രാജസ്ഥാനില് വളരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള റൈറ്റിംഗ്സ് ക്രോണിക്കൾസിൽ അവർ എഴുതി പോകുന്നുണ്ട്. ഇതേമാതിരി തന്നെ അടുത്തതായിട്ട് നമ്മൾ ഈ പെർസ്പെക്റ്റീവില് മീഡിയം ലെവലിലുള്ള യങ് രജപുട്സ് ഒരു ഹിസ്റ്ററി ഫാമിലിന്റെയും ലിങ്കേജും ക്ലാൻസും സ്കൂളും മോറൽ വാല്യൂസും ഫാദേഴ്സിന്റെ കാര്യങ്ങളൊക്കെ പരാമർശിച്ചു പോകുന്നു. ഇവിടെ നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് കുലഗ്രന്ഥാസ് ഫ്രം ബംഗാൾ. കുലഗ്രന്ഥം എന്ന് വെച്ചാൽ പുസ്തകങ്ങൾ, ട്രഡീഷണൽ ആയിട്ട് എഴുതിയിട്ടുള്ള കുലഗ്രന്ഥം, അത് ബംഗാളിൽ നിന്ന് കൊണ്ടുവന്ന കുലഗ്രന്ഥങ്ങളെ പറ്റിയാണ്. ഫാമിലിന് എവിടെയും ഈ ടേം ഗ്രന്ഥ മീൻസ് ബുക്ക് എന്നാണ് അർത്ഥം, പനഞ്ചി അല്ലെങ്കിൽ രജിസ്റ്റർ എന്നർത്ഥം. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഈ ലിങ്ക്സിനെ പറ്റി കുലത്തിൽ ഓരോ കുലത്തിൽ ജനിച്ചവരുടെയും അവരുടെ വർണ്ണങ്ങള്, ജാതി സിസ്റ്റം, ഇതൊക്കെ ബ്രാഹ്മണിക്കൽ കുലീനിസം, ഇതിനെ പറ്റിയൊക്കെ എഴുത്ത് മുഖാന്തരം റെഡിയാക്കി വെച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് കുലഗ്രന്ഥാസ്. ഇനി കുലഗ്രന്ഥാസ് പഴയ കാലഘട്ടങ്ങളിൽ എന്തൊക്കെ എഴുതിയിരുന്നു? രാജാക്കന്മാരുടെ ഹിസ്റ്ററി, അവരുടെ ഡൈനാസ്റ്റി, അവരുടെ ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് എന്തൊക്കെ നടക്കുന്നു, അതൊക്കെ ജാതി, സമാജം, ഇതൊക്കെ ഈ കുലിജിയിൽ അവർ ഇതിഹാസത്തിൽ എന്തൊക്കെ അവർ ചെയ്തോ അതിനെപ്പറ്റി പരാമർശിച്ചു പോകുന്നു ഈ കുലഗ്രന്ഥത്തിൽ. ഇനി ഇന്ററാക്ഷൻ ഉണ്ട്, മൊണാർക്കിയും ജാതി ബേസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയും ഇവിടെ പരാമർശിക്കുന്നുണ്ട്. ഇവിടെ ലോക്കൽ ആയിട്ടുള്ള ചീഫ് അല്ലെങ്കിൽ രാജ എങ്ങനെയാണോ ജാതി ബേസ്ഡ് ആയിട്ടുള്ള സമാജില് ഗോഷ്ഠിയിൽ കൂടെ എങ്ങനെയാണോ റിഫെയിം ചെയ്തു പോയിരുന്നതെന്നും പറയുന്നു. അപ്പൊ ഇങ്ങനെ കുലജീസിന്റെ കാലഘട്ടത്തിൽ മാരേജ് പ്രാക്ടീസിനെ പറ്റിയും സോഷ്യൽ ഇന്ററാക്ഷനെ പറ്റിയും ലിങ്കേജിനെ പറ്റിയും ജാതിനെ പറ്റിയും എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഇനി ഇതിന്റെ പ്രോബ്ലംസ് ഹിസ്ട്രിയോസിറ്റിയില് കുലഗ്രന്ഥയിൽ വന്ന പ്രോബ്ലംസ് എന്താണെന്ന് വെച്ചാല് ഇവിടെ ഈ സെഞ്ചുറിയില് ഇവര് മൾട്ടിപ്പിൾ കോൺട്രഡിക്ടറി സ്റ്റോറീസ് കാണുന്നുണ്ട്. പലവിധ സ്റ്റോറി കാണുന്നു, പക്ഷെ അത് കോൺട്രഡിക്ട് ചെയ്യാണ്. അപ്പൊ അങ്ങനെ കോൺട്രഡിക്ഷൻ വരുമ്പോഴാണ് 19ാം നൂറ്റാണ്ടിലും ഈ പോസിബിലിറ്റി, അതായത് കുലജീനെ പറ്റി അല്ലെങ്കിൽ കുലാജീസ് ഗ്രന്ഥങ്ങളെ പറ്റി, പെർട്ടിക്കുലർ ആയിട്ട് ജാതി ബേസ് ആയിട്ടുള്ള ഗ്രന്ഥങ്ങളെ പറ്റിയും പ്രോഗ്രസ് ഓഫ് ടൈമിൽ അത് മാറിയതിനെ പറ്റിയും പുതിയതായിട്ടുള്ള സോഷ്യൽ അജണ്ട വന്നതിനെ പറ്റിയും പറയുന്നു. ഈ ടെക്സ്റ്റിൽ കൂടെ ചാറ്റർജി ഹൈലൈറ്റ് ചെയ്യുന്നത് 2 ഇൻഹെറിറ്റന്റ് പ്രോബ്ലംസ് ആണ്. ടെക്സ്റ്റൽ ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയും അതിന്, അതായത് സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു ടെക്സ്റ്റൽ ഇൻസ്റ്റെബിലിറ്റി ആണ്. കണ്ടിന്യൂസ് ആയിട്ട് കോപ്പി ചെയ്തും ഓറൽ ഡൈമെൻഷൻസിനെ പറ്റി. രണ്ടാമത്തത് പോറസ്നെസ് ആണ്. ഇതിന്റെ സെക്ഷന്റെ അകത്ത് ഓരോ നോളേജ് എഴുതിയിട്ടുള്ള ശരിക്കായിട്ടുള്ള നോളേജ് അറിയാണ്ട് ഡേറ്റിംഗ് ഒക്കെ കുലഗ്രന്ഥാസിൽ ഡിഫിക്കൽട്ട് ആയിരുന്നു എന്ന് പറയുന്നു. ഇനി കുമൻ ജിനോളജീസ്, ഇതിൽ വൈഷ്ണവാലീസിനെ പറ്റിയും പുസ്തമാനാസ് എന്നുള്ള പറഞ്ഞ ഡിഫറെന്റ് ഫാമിലിനെ പറ്റിയാണ് വൈശാലി ലെവലില് ബ്രാഹ്മിൻസിന്റെ ഹൈ ഗസറ്റഡ് ഫാമിലീസിനെ പറ്റിയാണ് എടുത്തു പറയുന്നത്. ഇതിൽ ആർക്കിൻസൺ, ഹിമാലയൻ, സെൻട്രൽ ഹിമാലയൻ ഏരിയ, കുമൻ, പൻവാസ് ഓഫ് ഗാർബൽ, ഇവരെ പറ്റി റൂളിംഗ് ഫാമിലീസിനെ പറ്റിയാണ്, എലൈറ്റ് ആയിട്ടുള്ള റൂളിംഗ് ഫാമിലീസിനെ പറ്റി പറഞ്ഞു പോകുന്നു. ഇനി സ്പെസിഫിക് ആയിട്ട് ബ്രാഹ്മിൻ ക്ലാസിനെ പറ്റി എടുത്തു പറയുന്നുണ്ട്. അതും ഇതേമാതിരി തന്നെ സിൽവ ജോഷീസിലും ഭക്തവത്സലം എന്നുള്ള ലെവലിലാണ് പോകുന്നത്. ഇത് ഈ തീർത്ഥ ജനോളജീസ് റെക്കോർഡ് ചെയ്യുന്നത് ബ്രാഹ്മിൻ പണ്ടാസ് ആണ്. അപ്പൊ ഹരിദ്വാരം,
കുരുക്ഷേത്രയിലുള്ള പുരിയിലുള്ള ബ്രാഹ്മിൻസിനെ പറ്റിയും അവരുടെ തീർത്ഥ പുരോഹിതന്മാരെ പറ്റിയുമാണ് അവിടെ പറഞ്ഞു വരുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വന്നത് ഫാമിലി റെക്കോർഡ്സ് ആണ്. ഈ ഫാമിലി റെക്കോർഡ്സിൽ കൂടെ ലിങ്കേജ് എടുത്തു വരുമ്പോൾ റിട്ടേൺ റെക്കോർഡ്സ് ബിസിനസ് ആണോ ബാങ്കിങ് ആണോ എന്നുള്ള ഓട്ടോബയോഗ്രാഫിയും അതേമാതിരി തന്നെ പല വിധത്തിലുള്ള യൂണിവേഴ്സിറ്റി ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ ബറോഡയിൽ വെച്ചിട്ടുണ്ട്. ഈ ഹരിഭക്തിന്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു അവിടെ റെക്കോർഡാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഈ സെൻട്രൽ നോർത്ത് നമ്മൾ പറഞ്ഞു പോയി. ഇനി നമുക്ക് അടുത്തതായിട്ട് അടുത്ത ചാപ്റ്ററിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബക്കാർ ആൻഡ് ബുറാൻജി. അപ്പൊ ഇവിടെ ബക്കാറിലും ബുറാൻജിയിലും ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ ഓറൽ ട്രഡീഷൻസ് ആന്ന് പറഞ്ഞു, റിട്ടേൺ ടെക്സ്റ്റ് ആന്ന് പറഞ്ഞു. ഇതിൽ കൂടെ ലെജിറ്റിമസി എത്രത്തോളം ഇൻകൺസിസ്റ്റൻസി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ നറേറ്റീവ് ഫോമല് പോപ്പുലർ മെമ്മറി അപ്പോർഡ് ചെയ്യുന്നത് ചേതൻ സിംഗിന്റെ പോപ്പുലർ മെമ്മറിനെ പറ്റിയും ഹിസ്റ്റോറിക്കൽ ക്യാരക്ടേഴ്സ് ഡിസിപ്റ്റ് ചെയ്തതിനെ പറ്റിയും പരാമർശിക്കുന്നു. അതേമാതിരി മേവാറിന്റെ റെസിസ്റ്റൻസ് മുഗൾ റൂളിനെ പറ്റി വരാണ്ടിരിക്കാനും ലോങ് ആയിട്ടുള്ള സിഖ് ആൻഡ് മറാത്ത സ്ട്രഗിളിനെ പറ്റിയും അതിൽ പറയുന്നു. ഇതിൽ അഹം എന്ന് പറയും, അതായത് ഒരു ഗ്രൂപ്പാണ് ആസാമിലുള്ള ഔറംഗസീബിന്റെ കാലഘട്ടത്തിൽ അഹം ആർമി. അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഹിസ്റ്റോറിക്കലി അവര് വളരെ ഹീറോയിക് ആയിട്ടുള്ള സക്സസ്ഫുൾ ആൾക്കാരാണ്. അവര് ഡിഫീറ്റും വിക്ടറിയും ഒരേമാതിരി ആൾക്കാർ അതിനെ കാണുന്നു. മുഗൾ പവറിന്റെയും ഇമേജിനും ഒന്നും അവര് ഹിസ്റ്റോറിയസ് കോൺഷ്യസ്നെസ് കൊടുക്കുന്നില്ല. ബ്രഞ്ചി ട്രഡീഷനിൽ നമ്മൾ നോക്കുന്നു അഹം മിഡീവൽ ടൈമിൽ ആസാമിലുള്ള റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഹിസ്റ്ററിനെ പറ്റിയും അതിന്റെ ട്രഡീഷനെ പറ്റിയും ഉള്ള അഡ്വന്റ് ആണ് അഹം എന്ന് പറയുന്നത്. ഈ അഹം ഇന്റർമിങ്കിൾ ചെയ്തിട്ട് അടുത്ത കൾച്ചറൽ ഗ്രൂപ്പുമായിട്ട് ഇന്റർമിങ്കിൾ ചെയ്ത് അവർ കോർപ്പറേറ്റ് ചെയ്ത് ഒരു നോൺ അഹമായിട്ടും കോർപ്പറേറ്റ് ചെയ്തു വരുന്നു. അഹം റൂള് ഒരു 600 ഇയേഴ്സ് ആണ്. 1228 മുതൽ 1826 വരെയാണ് ഈ അഹം റൂള്. എത്തനിക്കായിട്ട് പവർഫുൾ ആയിട്ട് അഹം എംപയർ ഇൻ ആസാമിൽ വരുന്നുണ്ട്. ഇതില് ഇവരുടെ സ്ട്രാറ്റജീസ്, ഡിപ്ലോമാറ്റിക് മെത്തേഡ്സ് ഇൻവോൾവിങ് വാർ എങ്ങനെ വരുന്നു, അതേമാതിരി തന്നെ എന്തൊക്കെ അലയൻസസ് വേരിയസ് ആയിട്ടുള്ള ഫോർജ്ഡ് മാരേജ് അലയൻസസ് റൂളിംഗ് ക്ലാസ്സുമായിട്ടും ഇൻക്ലൂഡിങ് മണിപ്പൂർ ആൻഡ് കൊച്ച് കിങ്ഡത്തിൽ കൂടെയും സോഷ്യൽ ആയിട്ടുള്ള ആസാമീസ് സൊസൈറ്റിനെ പറ്റിയാണ് എടുത്ത് പറയുന്നത്. അതിന്റെ ബക്കാർസില് ക്രിയേറ്റീവ് ആയിട്ടുള്ള മറാത്ത പാസ്റ്റിനെ പറ്റിയും എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്രിയേറ്റിംഗ് ഒരു ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നെസ് വരുമ്പോൾ ഇതിൽ ലിറ്റററി റൈറ്ററിൽ എഴുതിയിട്ടുള്ള എത്രത്തോളം ഫാക്റ്റ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, ഡൗട്ട്ഫുൾ ആണ്. പക്ഷേ എങ്കിലും ലെജിറ്റിമസി അവരുടെ പോപ്പുലർ മെമ്മറിയും റീജിയണൽ ആയിട്ടുള്ള നറേറ്റീവ്സ് കൂടെയാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. ബുറഞ്ചി എന്ന് പറയുമ്പോൾ ഒഫീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രഡീഷനാണ്. ബുറാഞ്ചി എന്ന് പറയുന്ന ഒഫീഷ്യൽ ആൻഡ് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി. അതിൽ സോഷ്യലും പൊളിറ്റിക്കലും അതോറിറ്റി ഇന്റർപ്രിട്ടേഷൻ യൂസ് ചെയ്യുന്നത് ആസാമീസിന്റെ ഇന്റലക്ച്വൽസ് ആണ്. അസാമിന്റെ പോപ്പുലറൈസ് ആയിട്ടുള്ള ട്രഡീഷനെ പറ്റിയാണ് എടുത്ത് പറയുന്നത്. ഇനി ബക്കാർ ആൻഡ് ബുറാജി ലിറ്റററി നറേറ്റീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അപ്പോൾ ഇതില് സ്റ്റുവർട്ട് ഗോർഡൻ എടുത്ത് പറയുന്നുണ്ട് പൊളിറ്റിക്സ്, സിമ്പിൾ റൂൾസ് ഓഫ് എന്താ പറയാ ആ പ്രിമിഗ്രേറ്റീവ് ജ്യേഷ്ഠന്റെ സ്വാധീനം, ജ്യേഷ്ഠന്റെ അവകാശം, അതിനെപ്പറ്റി എടുത്ത് പറയാം. പ്രിമിയോജെനറ്റിക്സിന് അപ്ലൈ ചെയ്യുന്നില്ല. അവിടെ ഒരു റൂളർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് സക്സഷനെ പറ്റിയും അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ജനറസ് പ്രൊട്ടക്ഷനെ പറ്റിയുമാണ് പറയുന്നത്. ജന്മമോ ജന്മത്തിന്റെ കണ്ടിന്യൂഷനോ ഇവിടെ നോക്കുന്നില്ല എന്നുള്ളതാണ് ഈ ക്വാളിറ്റിയിൽ ഇവിടെ കാണുന്നത്. സുമിത് ഗാഹ പറയുന്നത് എന്താ വെച്ചാല് ക്ലെയിം ഒരു ലാൻഡും ഓണറും എത്രത്തോളം നറേറ്റീവിൽ കൂടെ ഹിസ്റ്റോറിക്കൽ മെമ്മറിയിൽ കൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതേമാതിരി ഹിസ്റ്റോറിക്കലി ബാർഡ്സും
സ്റ്റോറി ടെല്ലേഴ്സ് ഉണ്ട്. ഈ സ്റ്റോറി ടെല്ലേഴ്സിന്റെ മഹാരാഷ്ട്രയിലെ ഡീലിംഗ് മുഴുവനും പറയുന്നത് കഥകളാണ്. ലിറ്ററേച്ചർ, ബാലറ്റ്സ്, റൊമാൻറ്റിക് പോയംസ്, ക്രോണോളജീസ്, ജീനിയോളജീസ്, ക്രോണിക്കൽസ്, ഫാമിലി അക്കൗണ്ട്സ്, ബയോഗ്രാഫിക്കൽ സ്കെച്ചസ്, സെയിന്റ് പോയറ്റ്സ്. അതേമാതിരി ഓരോ ഹിസ്റ്ററി സിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി എടുത്തെടുത്ത് ഫാക്ച്വൽ ആയിട്ടുള്ള എന്താ പറയുക, ഫാക്ച്വൽ ആയിട്ടുള്ള അക്യുറസി എത്രത്തോളം പോകുന്നു, ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നെസ് എത്രത്തോളം ഉണ്ട്, എഴുതാൻ എങ്ങനെ പറ്റുന്നു എന്ന് ദേശ്പാണ്ഡെ പറയുന്നു. ഇനി നോർത്ത് വെസ്റ്റ് ഇന്ത്യയില്, നോർത്ത് ഈസ്റ്റ് ഇന്ത്യയില് നമ്മൾ കാണാൻ പറ്റുന്നത് ഹിസ്റ്റോറിക്കൽ ഇമാജിനേഷൻ, ഇന്ത്യയെ പറ്റിയുള്ള ഫ്രീഡം മൂവ്മെന്റിനെ പറ്റിയും ആ റീജിയനിൽ മുഴുവനും സ്പില്ലായിട്ട് വരുന്ന അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന റോയൽ ആയിട്ടുള്ള, അതായത് റോയൽ എന്ന് പറയുമ്പോൾ രാജാധികാരമുള്ള ക്രോണിക്കിൾസ് ആണ്. അത് ബുർണാൻജി എന്നാണ് ആസാമിൽ പറയുന്നത്. അതിനെ ത്രിപുരയിൽ വിളിക്കുന്നത് രാജ്മാല എന്ന് പറയും. ആൻഡ് ചൈതരം കുപ്പമ്മ എന്ന് മണിപ്പൂരിൽ വിളിക്കും. അപ്പൊ ഈ ഓരോ ക്രോണിക്കിൾസിലും ഓരോ കാറ്റഗറിയിലും കോർട്ട് ക്രോണിക്കൽ റൂളിംഗ് ഡൈനാസ്റ്റീസ് ആണ്. അതായത് ഓരോ രാജാവിന്റെ കോർട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ 13ാം സെഞ്ചുറിയിൽ റിഫ്ലക്ട് ചെയ്യുന്ന അഹം ആസാമിലുണ്ടെങ്കിൽ ഇവിടെ ഡൈനാസ്റ്റിക് ക്രോണിക്കിൾസ് ആണ് വംശാവലിയില് ടെക്സ്റ്റിൽ ആസാമില് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതും ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ് പറ്റിയുള്ള പരിവേഷണങ്ങൾ വരുന്നത്. അത് മാത്രമല്ല ഹിസ്റ്റോറിക്കൽ ട്രഡീഷൻസ്, നേച്ചർ ഓഫ് ഇന്ററാക്ഷൻ എങ്ങനെയായിരുന്നു ആ റീജിയനിൽ, അവരുടെ ലാർജർ ലെവലിൽ ഇന്ത്യൻ ട്രഡീഷൻ എങ്ങനെയായിരുന്നു അവർ ഡിസ്പ്ലേ ചെയ്തെന്ന്, സാൻസ്ക്രിറ്റിക് ഓർ പേർഷ്യൻ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു എന്നാണ് ചാറ്റർജി 2008 പറയുന്നത്. ഇനി ബക്കാർ എന്ന് പറയുമ്പോൾ ഒരു കൺസ്ട്രക്ഷൻ ഓഫ് മറാത്ത പൊളിറ്റി ആണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ബയോഗ്രഫിയിൽ എമിനന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ്മാൻ മറാത്ത പീരീഡിൽ അല്ലെങ്കിൽ മറാത്ത ലോയൽറ്റി ഉള്ള, എത്രത്തോളം ലോയൽ ആയിരിക്കും അവരുടെ റൂളറോട് എന്നുള്ളത് എടുത്ത് കാണിക്കുന്നതാണ് ഇവിടെ ബക്കാറിൽ കൂടെ നമ്മൾ കാണുന്നത്. ഡൈനാസ്റ്റിന്റെ എമർജൻസി ബിൽറ്റ് ചെയ്ത റീജിയനിന്റെ പ്രൗഡ് അല്ലെങ്കിൽ അവരുടെ പ്രൗഢിയായ ഗ്ലോറിയസ് ആയ പാസ്റ്റിനെ പറ്റി പറയുന്നു. എറ്റമോളജിക്കൽ സോഷ്യൽ ഒറിജിൻസിൽ കൂടെ നമ്മൾ ബർഹാസിന്റെ ഹിസ്റ്റോറിക്കൽ നറേറ്റീവ്സ് എഴുതിയിട്ടുള്ളത് 16ാമത്തെ സെഞ്ചുറിയിലാണ്. ഇതെല്ലാം കൂടുതലായിട്ടും 16-17 സെഞ്ചുറിയിലാണ് നടന്നു വരുന്നതും ദേശ്പാണ്ഡെയുടെ വരുമ്പോഴത്തേക്കും തുടക്കമായ 17ാം നൂറ്റാണ്ടിൽ വരുന്നു. ഇതിൽ ഈ നറേറ്റീവ്സിൽ മുഴുവൻ വരുന്നത് 200 കോമ്പസിഷൻസ് ഉണ്ട്. ബയോഗ്രഫീസ്, ഗ്രേറ്റ് റൂളേഴ്സിന്റെ 200 കോമ്പസിഷൻസ് ഉണ്ട്. ബക്കാറാസ് അതിനെപ്പറ്റി വളരെ റെപ്രസെന്റീവായ മറാത്തി ലാംഗ്വേജ് അല്ലെങ്കിൽ മറാത്തിയുടെ കഥകൾ, ലിറ്റററിയും ഹിസ്റ്റോറിക്കൽ വാല്യൂ ഉള്ള കഥകളാണ് പറഞ്ഞു വരുന്നത്. ഇതില് ഈ ചിലര് വിശ്വസിക്കുന്നുണ്ട് ബർക്കാറില് അറബിക് വേർഡാണ് ഖബർ. ഖബർ എന്ന് വെച്ചാൽ അറബിക് വേർഡിൽ ഖബർ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ന്യൂസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്നാണ്. ഈ ഇൻഫർമേഷനെ ഡെവലപ്പ് ചെയ്തിട്ടാണ് അബ്ഖാസ് അല്ലെങ്കിൽ പേർഷ്യൻ അറബിക് ഇൻഫ്ലുവൻസ് ഉള്ള ന്യൂസ് ലെറ്റേഴ്സ് 16-17 സെഞ്ചുറിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. SN ജോഷി പറയുന്നത് ബക്കാർ ഏറ്റവും മോസ്റ്റ് ടെക്സ്റ്റ് നമ്മളെ പേർഷ്യൻ വേർഡ് ഖേർ ഓർ ബക്കീർ എന്നുള്ള ലാംഗ്വേജിൽ നിന്ന് സല്യൂട്ടേഷൻസ് ആണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇതിന്റെ കൂടെ കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് സ്കോളേഴ്സ് ട്രാൻസ്ലേഷൻ ബക്കാർ ഈസ് അഖരിയ എന്ന് പറഞ്ഞത് സ്റ്റോറി അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഖബർ ഓർ വാർത്ത. ഖബർ എന്ന് വെച്ചാൽ ന്യൂസ് ആണ്, വാർത്ത. ഇതൊക്കെ ലാംഗ്വേജ് കോമ്പിനേഷൻസ് ആണ് ഇതൊക്കെ മുഴുവന്. ഇനി പുരാണിക് അഖരിയാസ് എന്ന് പറയുമ്പോൾ പഴയ ലിറ്ററേച്ചറിൽ നിന്ന് വന്നിട്ടുള്ളത് എന്നുള്ള ലെവലിലേക്കാണ് അതവിടെ പോയിക്കൊണ്ടിരുന്നത്. ലിറ്ററലി മീനിങ്ങിൽ അതിൽ കൂടെ പോകുന്നു. ഇനി ഇതിന്റെയൊക്കെ ഒറിജിൻ എങ്ങനെയായാലും ഒഫീഷ്യൽ ലാംഗ്വേജ് ആയാലും മറാത്ത സോവറിനായ ശിവജിയുടെയും ആ ശിവജിയുടെ സാൻസ്ക്രിറ്റ് തിസോറസിൽ കൂടിയും നമ്മൾ യൂസ് ചെയ്യുന്ന യമനി എന്നൊരു വേർഡ് വരുന്നുണ്ട്. യമനി എന്ന് വെച്ചാൽ ഇസ്ലാമിക് ആയിട്ടുള്ള സ്റ്റേറ്റ് ക്രാഫ്റ്റിലും മറാത്ത സർദാസ് ഡെക്കാൻ പ്ലാറ്റ്യൂവിൽ വരുന്ന പേർഷ്യൻ റൈറ്റേഴ്സിനെ പറ്റിയാണ് അത് പരാമർശിക്കുന്നത്.
ഇനി സുമിത് ഗോഹ സ്പെഷ്യൽ ഓറിജിൻ, സോഷ്യൽ ഓറിജിനെ പറ്റിയും 17-ാം നൂറ്റാണ്ടിൽ പറയുന്നുണ്ട്. ഇതിൽ പവർഫുൾ ആയിട്ടുള്ള ഡ്യുവൽ കോണ്ടസ്റ്റിനെ പറ്റി പറയുന്നു. അതേമാതിരി തന്നെ ടെക്സ്റ്റിലും അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലും നമുക്ക് മെമ്മോറണ്ടം ഹിസ്റ്റോറിക്കലായിട്ട് കാണുന്നുണ്ട്. ഈ നറേറ്റീവ്സ് മുഴുവനും ഫാമിലിയുടെ ലിസ്റ്റ്, എന്തൊക്കെ അവരുടെ ആൻസിസ്റ്റേഴ്സ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ കോൺട്രിബ്യൂഷൻ, പാർട്ടിസിപ്പേഷൻ, യുദ്ധത്തിൽ നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ, മറാത്ത അഡ്മിനിസ്ട്രേഷനിലുണ്ടോ എന്നുള്ള ആ വൈഡർ ആയിട്ടുള്ള എക്സ്പാൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവര് ഈ നറേറ്റീവ്സിൽ കൂടെ പറഞ്ഞു പോകുന്നത്. അപ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ ഒരു ഹിസ്റ്ററി അസംബ്ലിയിൽ എന്തൊക്കെയാണ് അവരുടെ കോർട്ടിൽ നടക്കുന്നതും, ഏതൊക്കെ വിധത്തിലാണ് ഇൻഹെറിറ്റൻസ് ആൾക്കാരിൽ ബാക്കി ഉള്ളവർക്ക് എങ്ങനെയാണ് പാരന്റൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് കിട്ടുന്നത്, അല്ലെങ്കിൽ പാരന്റൽ ഹെറിറ്റേജിൽ കൂടെ ഇവർ എന്തൊക്കെ അനുഭവിക്കുന്നു എന്നുമാണ് ഈ കഥയിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഒരു ടൈം ലൈനും കണ്ടന്റും ഒരു ഫോമും. ഈ മറാത്ത സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1650. അപ്പൊ അതിൽ കൂടെ ഹിസ്റ്റോറിക്കലായിട്ട് നറേറ്റീവ്സ് എടുത്തു വരുമ്പോൾ ഈ ടൈം ലൈൻ ഒരു പീരീഡ് ആയിട്ട് വരുന്നുണ്ട്. ഫാക്ടും ഡെലിവറി ഒക്കെ വെച്ചിട്ട്, പുറാണിക് ലെജൻഡ്സ് വെച്ചും ഡിവൈൻ ആയിട്ടുള്ള തിയറി, ഡ്രാമാറ്റിക് ആയിട്ടുള്ള കഥകളിൽ കൂടെ ലിറ്റററി ആയിട്ടും ഇതിനെപ്പറ്റി ബറാക്കാറിൽ പറയുന്നു. ഇനി ടൈം ലൈൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 16ാമത്തെ സെഞ്ചുറിയിൽ, ഓരോ സെഞ്ചുറിയിലും എഴുതുന്ന ഒരു പുസ്തകം എന്നുള്ള ലെവൽ വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ ഒരു ബറാക്കാന്റെ ലിസ്റ്റ് ഉണ്ട്. അതായത് ആ ഏത് ഇയറില് സുഭാഷാർ ബറാക്കാർ 1694 ആരാണ് എഴുതിയത്? കൃഷ്ണാജി ആനന്ദ് സൻസാർ, മിനിസ്റ്റർ ഓഫ് ജിൻജി. പിന്നെ എന്തൊക്കെ ജനറൽ ഡീറ്റെയിൽസ് എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? ഏർലിയസ്റ്റ് ബിബിലോഗ്രാഫിക്കൽ നറേറ്റീവ്സ് ശിവജിന്റെ കമ്മീഷൻ ചെയ്തത് ആരാണ്? ശിവജിയുടെ 2ാമത്തെ മകനായ രാജാറാം. അടുത്തത് ചിറ്റ്നീസ് ബർക്കാർ 1811. മൽഹാർ രാമോക്ലി ചിറ്റിനീസ് ആണ് അത് എഴുതിയത്. സീനിയർ റൈറ്റർ ആണ് സത്ര കോട്ടില്, സാഹുവിന്റെ 2ാം സാഹുവിന്റെ കോട്ടത്തിൽ. എന്തിനാണ്? ബിബിലോഗ്രാഫിയാണ്. ശിവജിന്റെ ബിബിലോഗ്രാഫിയും ജനറൽ ബോർഡ്സ്ലെ ഡൈനാസ്റ്റി ആയിരുന്നു. ഇത് കമ്മീഷൻ പുറത്തേക്ക് കൊണ്ടുവന്നത് സാഹു. അതേമാതിരി പെഷവാസി ബർഗാർ അത് എഴുതിയിട്ടുള്ളത് കൃഷ്ണരാജ് വൈഷ്ണവി സൊഹാനി, പെഷവാന്റെ ഒഫീഷ്യലാണ്. അത് നടത്തിയിട്ടുള്ളത് 18ാമത്തെ പെഷവായ അക്കൗണ്ട്, ജനറൽ ആയിട്ടുള്ള അക്കൗണ്ടും അനാലിസിസിനെ പറ്റി, മറാത്ത പവറിനെ പറ്റി പരാമർശിക്കുന്നു. അതേമാതിരി ബുഷ്നാഥ് ബക്കാറിലെ 18ാമത്തെ അക്കൗണ്ടാണ് ബാറ്റിൽ ഫീൽഡിനെ പറ്റിയൊക്കെ പറയുന്നു. അപ്പൊ ഇങ്ങനെ ഓരോ ബർക്കാറിലും, ചിറ്റ്നി ബർക്കാറിലും നമ്മൾ വിവരങ്ങൾ കിട്ടി വരുമ്പോൾ ഈ ഡീറ്റെയിൽ ടൈം ലിമിറ്റ് അല്ലെങ്കിൽ ടൈം സ്റ്റോറി ഇട്ടിട്ടാണ് അവര് മഹാകവിച്ചവിന്റെ സിംഹഡൻ. ഇവിടെ നമ്മൾ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ ആണ് റിക്കറിങ് കാണുന്നത്. ആ പൊളിറ്റിക്കൽ സിനാരിയോയിൽ കൂടെ അവർ എത്രത്തോളം എക്സ്പ്ലനേഷൻ അവരുടെ വംശത്തിനെ പറ്റി, ദേശത്തിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി പേട്രണേജും ഇതിനെ പറ്റിയൊക്കെ ആരാണ് അവർക്ക് പേട്രണേജ് കൊടുക്കുക, ഓതർഷിപ്പ് കൊടുക്കുക, ഒതന്റിസിറ്റി കൊടുക്കുക. ഇതിൽ ബർക്കാറിന്റെ ടെൻഷൻ വരുന്നത് മുഴുവനും നറേറ്റീവ് പവറിലും പുട്ടിങ് ക്ലെയിംസ് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി, നറേറ്റീവ് സോഷ്യൽ ആയിട്ടുള്ള ബർക്കാറില് സ്പെഷ്യൽ റൈറ്റിംഗ് സ്കിൽസിനെ പറ്റി, മറാത്താസിന്റെ റൈറ്റിംഗ് സ്കിൽസിനെ പറ്റി എടുത്തു പറയുന്നു. ചുറ്റിനീസ് ആർ സ്ക്രൈബൽ ഫാമിലിയാണ്, എഴുത്തുകാരാണ്. അപ്പൊ അവരുടെ റൈറ്റിംഗ്, റോയൽ ലെറ്റേഴ്സും അതിനെപ്പറ്റി ആ ശിവജിയുടെ കാലഘട്ടത്തിലുള്ള പ്രാക്ടീസ് ഓഫ് ഡേറ്റിങ്ങിനെ പറ്റിയൊക്കെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ പറയുമ്പോൾ മറാത്ത ലാൻഡ് ഷക്വാലീസ് എന്ന് പറഞ്ഞാൽ എങ്ങനത്തെയാണ് ക്രോണിക്കൽസ് ഫാമിലി പ്രിപ്പയർ ചെയ്തിരുന്നത്. ബർത്ത്, ഡെത്ത്, കോർണേഷൻ, ആക്സഷൻ, മാരേജ്, ഇതെല്ലാം ക്ലിയർ ആയിട്ട് അവർ അതിൽ പരിപാലിച്ച് എഴുതി വരുന്നു. ഈ കോമ്പോസിഷൻസ് ബർത്താസിന്റെ കൊളോണിയൽ ടൈമിലുള്ളതും റിട്ടേൺ വരുന്നതും അതേമാതിരി ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ന്യൂ അഡ്മിനിസ്ട്രേഷനെ പറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിനെപ്പറ്റി ക്രിട്ടിക് ആയിട്ടുള്ള ചില സിഗ്നിഫിക്കൻസ് ഉണ്ട്. ക്രിട്ടിക്സും പറയുന്നുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും ജെൻഡർ, ക്ലാസ്, ക്വസ്റ്റ്യൻ, ഇതിനെ പറ്റിയൊക്കെ ബർക്കാർ ക്രിട്ടിക്കലായിട്ട് നോക്കുന്നുണ്ട്. അത് അവര് എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്നുമുണ്ട്.
ഇതിൽ കൂടെ നമ്മൾ പല വിധത്തിലുള്ള ബർക്കാർസിന്റെ കൺസിഡറേഷൻ നമ്മൾ കാണുന്നുണ്ട്. ഇനി ബുറാൻചി എന്ന് പറഞ്ഞാൽ അടുത്തതായിട്ട് വരുന്നത് ബുറാൻചിയാണ്. കൽഹാന റിട്ടേൺ, നമ്മൾ ആദ്യത്തെ ഇതിൽ പറഞ്ഞു കൽഹാന സ്റ്റോറി റൈറ്റിങ്ങും അതേമാതിരി റിട്ടേൺ അഹമ്മദിന്റെ റൈറ്റിങ്ങിനെ പറ്റിയും പരാമർശിച്ചു പോകുന്നു. ഇതിന്റെ ഒറിജിൻ മുഴുവനും തായിസ് ആണ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആണ്. ആസാമിൽ എത്തിയതാണ് 1228. അതിനുശേഷമാണ് അതവിടെ ഡെവലപ്പ് ആവുന്നതും മാൻസ്ക്രിപ്റ്റ് എഴുതുന്നതും 15ാമത്തെ ചൊല്ല്. അടുത്ത ഒരു ബുറഞ്ചീസ് വരുന്നത് ഹിസ്റ്റോറിയൻസ് ആണ്. ഒഫീഷ്യലായിട്ട് അവര് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള റൈറ്റേഴ്സ് ആണ്. എഡിറ്റ് ചെയ്യുന്നത് ബെനിഫിറ്റിന്, വാറിന്റെയും എല്ലാ വിധത്തിലുള്ള ബെനിഫിറ്റ് ചെയ്യാണ്. അങ്ങനെ ഈ ദിബോൺട്രി ബുറാജി ഉണ്ട്. അതും ഇതേമാതിരി തന്നെ ലെറ്റേഴ്സിനെ പറ്റിയും പ്രദാഷ് ബറഞ്ചി ഉണ്ട്. പല വിധത്തിലുള്ള റൈറ്റേഴ്സും ഈ കാലഘട്ടത്തിൽ വന്നു പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ബുറഞ്ചിയിൽ നമ്മൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.